നോയിങ് എവറിത്തിങ് ആൻഡ് ഹാൻഡ്ലിങ് യുവർ മണി ഇസ് ഡിഫറെൻറ്റ്. മുന്നാബായിലൊക്കെ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ കൊച്ചിനാണ് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒറ്റ ബിസിനസ്സുകാർ കാശുണ്ടാക്കിയത് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ, നോ ഡൗട്ട്. വാങ്ങിയത് കോൺസെൻട്രേറ്റഡ് ആണ്, രണ്ട് കമ്പനി. ഹി ക്രിയേറ്റഡ് ഇറ്റ്, ഹി പുട്ട് ഇറ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ഫ്രം ദർ ഹി ഗോട്ട് മണി. ഇപ്പോൾ EMI അടയ്ക്കാൻ 30,000 രൂപയാണ് ഉദ്ദേശിച്ചത്. 30,000 രൂപയുടെ SIP ഫോർ 10 years ഒരു 12% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ തന്നെ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഗുഡ് മണി. ഒന്നും അറിയാണ്ട് പോയിട്ട് കണ്ണൂർ പറമ്പ് വാങ്ങിയിരുന്നു. ആ ടൈമിൽ അയാൾക്ക് പോലും അറിയില്ലായിരുന്നു എയർപോർട്ട് വരുന്നുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് വെരി സ്മോൾ എമൗണ്ട്, 2 lakh അങ്ങനെ എന്തത്, 2 crore rupees ദേ ഗോട്ട് ഇറ്റ്. ദാറ്റ് ഈസ് ലക്ക്. വീട്ടിൽ കുട്ടികളുടെ അടുത്ത് ജെൻഡർ ഡിഫറൻസ് പാടില്ല. അച്ഛൻ മാത്രം പൈസ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ പെൺകുട്ടികൾ വളരെ തന്നെ ഈ പെൺകുട്ടി വിചാരിച്ച് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് മാരേജ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കണം, നീ അടിമയാവണമെന്ന്. ചില ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു, ഞാനിപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി, അല്ലെങ്കിൽ ഞാനിപ്പോൾ വക്കീലായി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡോക്ടറായി, എൻ്റെ കഴിവുകൊണ്ട് അത് എത്തിയെന്നുള്ളത്. ആ കൂലിപ്പണിക്കാരൻ ഇത്തിരി സാക്രിഫൈസ് ചെയ്തിട്ട് ഇവൻ ആ സ്കൂളിൽ വിടാനായിട്ട് കാണിച്ച ഒരു ധൈര്യമുണ്ട്. ദാറ്റ് ഈസ് ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ്. മക്കൾക്ക് നമ്മുടെ ഉണ്ടാവുന്ന സ്വത്ത് ലോട്ടറി ആയിട്ട് കൊടുക്കല്ലേ, അതൊന്ന് പണിയെടുപ്പിച്ചിട്ട് കൊടുക്കുക. ഫോർട്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പൈസ അതൊരു സ്റ്റാറ്റസ് അല്ല, ഐഡന്റിറ്റി, ഇൻഡിപെൻഡൻസ് അതൊരു സമാധാനമാണ്. നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിലും പലപ്പോഴും നമ്മളൊരു ദരിദ്രനായി ഫീൽ ചെയ്യാറുണ്ട്. കാരണം അതിനെപ്പറ്റിയുള്ളൊരു വ്യക്തത കുറവാണ്. നമ്മൾ എങ്ങനെ പണത്തിനെ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, അതെങ്ങനെ മാനേജ് ചെയ്യും, ഇതിനെപ്പറ്റി ലഘുവായി വളരെ സിമ്പിളായാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ എപ്പിസോഡ് മുഴുവനായും കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സായും റീൽസായും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. ഈ വലിയ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. നിങ്ങളുടെ പണം എങ്ങനെ കറക്റ്റായി ഹാൻഡിൽ ചെയ്യണം എന്നതിനെപ്പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കാൻ നമ്മളോടൊപ്പമുള്ളത് മണി ടോക്സ് വിത്ത് നിഖിൽ എന്നറിയപ്പെടുന്ന നിഖിൽ ഗോപാലകൃഷ്ണനാണ്. നിഖിൽ ഗോപാലകൃഷ്ണൻ പെൻഡാഡ് സെക്യൂരിറ്റീസിന്റെ CEO കൂടിയാണ്. സോ നിഖിൽ, വെൽക്കം ടു 42 പോഡ്കാസ്റ്റർ. ആരാണ് നിഖിൽ? അല്ലെങ്കിൽ മണി ടോക്ക് വിത്ത് നിഖിൽ എന്താണ് ചെയ്യുന്നത്? നല്ല ക്വസ്റ്റ്യനാണ്, എന്നോട് ആരും ചോദിച്ചിട്ടില്ല അതുള്ളത്. എൻ്റെ നിഖിൽ KG അല്ലെങ്കിൽ നിഖിൽ ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഗോപാലകൃഷ്ണൻ അച്ഛൻ്റെ പേര്. ഞാൻ പെൻഡാഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞൊരു ബ്രോക്കിംഗ് ഫേം കൊച്ചിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ NSE BSE MCXൻ്റെ ഒക്കെ മെമ്പേഴ്സാണ്. അപ്പോൾ ആളുകൾക്ക് ഡിമാറ്റും ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത്. അതോടൊപ്പം മ്യൂച്വൽ ഫണ്ടും ഇൻഷുറൻസും ഇതെല്ലാവരും കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്കെപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആളുകളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് അവർക്ക് എന്താണോ വേണ്ടത് അത് ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ പലപ്പോഴും നമുക്ക് ഫിനാൻസ് ആസ് ആൻ ഇൻഡസ്ട്രി എപ്പോഴും നടക്കുന്ന കാര്യം വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്ന് പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനും ഉള്ളൊരു കാര്യമുണ്ട്, നമ്മളൊരു സ്ഥാപനത്തിൽ പോയിട്ട് ലോൺ ചോദിക്കും. അപ്പോൾ നമ്മുടെ വിചാരം വെച്ചാൽ ആ സ്ഥാപനം എനിക്കെന്തോ വലിയ കാര്യം ചെയ്തതാണ്. അപ്പോൾ ആ ലോൺ കിട്ടിയ ടൈമിൽ അവർ പറയും ഒരു ഇൻഷുറൻസും കൂടി ഉണ്ട്. അപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ ഇൻഷുറൻസ് ചേരുന്നത് ആവശ്യത്തിനല്ല, ആ ലോൺ തന്ന ആളോടുള്ള നന്ദിയുടെ ഭാഗമായിട്ടാണ് ഇൻഷുറൻസ് ചേരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു NRI ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ടൈമിൽ ചെക്ക് ഒപ്പിടാനായിട്ട് ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ ബാങ്കുകാരോട് ഇമെയിൽ അയച്ചിട്ട് പൈസ വീട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ വിചാരിക്കും എന്തോ വലിയ ഫേവറാണ് എനിക്ക് തന്നത്. അപ്പോൾ ആ RM വന്നിട്ട് ഇയാളോട് പറയും എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അപ്പോൾ എൻ്റെ കാശില്ലാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ടാണെന്ന് പറയും. അപ്പോൾ പറയും അയ്യോ എനിക്ക് ഇത്ര ഹെൽപ്പ് തന്ന ഒരാളല്ലേ, ആ സാറിന് എനിക്കൊരു ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് എ ട്രാൻസാക്ഷണൽ ബിസിനസ് ആക്ച്വലി സ്പീക്കിംഗ്. എവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനല്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നേ തുടങ്ങിയിട്ട് ഞാൻ വിചാരിക്കുന്ന അവർക്ക് കിട്ടുന്ന കമ്മീഷൻ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തണം, ഹെൽത്ത് ചെക്കപ്പ് ഫോർ ഫിനാൻസ് എല്ലാ കസ്റ്റമേഴ്സിനും. ഞാൻ അന്ന് റോയിറ്റേഴ്സിൽ പഠിക്കായിരുന്നു. അപ്പോൾ ഐ എം ടോക്കിംഗ് അബൌട്ട് 2005 സ്റ്റാർട്ട്. അപ്പോൾ 2007 ആ ടൈമിലൊക്കെ ഞാനിങ്ങനെയൊക്കെ ആലോചിക്കുന്നു. ഇതെൻ്റെ ഐഡിയ ഒന്നല്ല, ഐ വാസ് റീഡിങ് വാട്ട് ഹാപ്പനിങ് ഇൻ US എന്നുള്ള രീതിയിൽ. അപ്പോൾ വൈ ഡോണ്ട് വി ഡു ഹെൽത്ത് ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അച്ഛനോട് പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് എന്തുകൊണ്ട് ആ ഹെൽത്ത് ചെക്കപ്പ് ഇടയിൽ ആൾക്കാരിൽ നിന്ന് ഒരു ഡോക്ടേഴ്സൊക്കെ വാങ്ങണ പോലെ കമ്മീഷൻ വാങ്ങിക്കൂടാ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ എനിക്കറിഞ്ഞോളൂ, ഞാൻ ഐ എം ജസ്റ്റ് തിങ്കിങ് അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു സാധനമാണ് ഞാൻ ബ്രോക്കിംഗ് ഫേം തുടങ്ങിയ ടൈമിൽ ട്രൈ ടു ഡു ദാറ്റ്. നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന ടൈമിൽ അങ്ങനെ ശമ്പളം എത്രയാണെന്നും എക്സ്പെൻസ് എത്രയാണെന്നും അത് വല്ലതും കുറയ്ക്കാനും കൂട്ടാനും പറ്റുമോ, അത് കൂടാണ്ട് അദ്ദേഹത്തിൻ്റെ അസറ്റ് എത്രയുണ്ട്, ലൈബിലിറ്റി എത്രയുണ്ട്,
ഇത് വെച്ചിട്ട് ആൾക്ക് എന്തെങ്കിലും ലൈഫിൽ ഗോളുകളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അതേമാതിരി അതിനു മുന്നേ കുറച്ച് കയ്യിലൊരു കരുതൽ നിധി, എമർജൻസി ഫണ്ട്, പിന്നെ ഇൻഷുറൻസ് കറക്റ്റാണെന്ന്. ഇൻഷുറൻസ് വേണം, ഇൻഷുറൻസ് ഇസ് ദ റൈറ്റ് പ്രൊഡക്റ്റ്. പക്ഷേ ഇൻഷുറൻസ് ആളുടെ ആവശ്യത്തിനാണ് എടുത്തേക്കുന്നത്, ഹെൽത്ത് ആണോ ടൈമാണോ, അല്ലാണ്ട് വേണ്ടാത്ത സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പേരുകളെല്ലാം ഒന്നാണ്, പക്ഷേ നമ്മൾ പറയില്ലേ, ആ സലീം കുമാർ പറഞ്ഞല്ലോ, മുദ്രമാർ ശ്രദ്ധിക്കാൻ പറയില്ലേ. മുദ്ര ശ്രദ്ധിക്കാതെ അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ എല്ലാത്തിലും മുദ്രയുണ്ട്. ആ മുദ്ര മനസ്സിലാക്കാണ്ട് പലരും, ഇപ്പോൾ ചിലർ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ചോദിക്കും, എനിക്കറിയില്ല പറയാനായിട്ട്. പക്ഷേ എന്നോട് ഇപ്പോൾ മാത്യു പറയണത് നിങ്ങളുടെ ആരാണെന്ന് എന്നോട് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പറ്റിയ. സോ ഓരോ മ്യൂച്വൽ ഫണ്ട് ഓരോരുത്തർക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ 4000 സ്റ്റോക്ക് ഉണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെ പേരിലാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയത്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഏകദേശം 3000 ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ 50ഓളം മ്യൂച്വൽ ഫണ്ട് കമ്പനി ഉണ്ട്. ഈ 50 കമ്പനിക്കും ഓരോരോ ഫണ്ട് ഇറക്കും. എല്ലാവരും കൂടി മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കും എല്ലാവരും കൂടി ഒരു 10,000-15,000 പ്രൊഡക്റ്റ് ഉണ്ട്. ഇനി ഇൻഷുറൻസ് പ്രൊഡക്റ്റിൽ യൂലിപ്പോൾ ഉള്ളതിൻ്റെ പേരിൽ അവിടെയുണ്ട് കുറേ സാധനങ്ങൾ. അപ്പോൾ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 10,000-ന് കൂടുതലുണ്ട്. അപ്പോൾ അതിലേത് വേണം എന്നുള്ളത് കണ്ടെത്തൽ ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഓരോരുത്തർ, ഇപ്പോൾ നമ്മൾ പറയില്ല, കല്യാണം കഴിക്കുന്ന ടൈമിൽ നമുക്ക് ഐശ്വര്യ റായിനൊക്കെ ഇഷ്ടമായിരുന്നു അത് ചെയ്യാനായിട്ട്. പക്ഷേ എൻ്റെ ഐശ്വര്യ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സിത്തുവാണ്, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ അഭിഷേക് ബച്ചനുമല്ല, മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഒരു കണക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ സോ വാട്ട് വി ട്രൈ ടു ഡു ഇൻ പെൻഡാഡ് ഇസ് ദാറ്റ് ആളുകളുടെ അടുത്ത് മനസ്സിലാക്കിയിട്ട് അതെന്താണെന്ന് കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാലും ഈ ആഗ്രഹവും മാറും. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് 50,000 രൂപ ശമ്പളം കിട്ടുന്ന ടൈമിൽ എൻ്റെ കൊച്ചിനെ എങ്ങനെയെങ്കിലും പോയിട്ട് ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹം. പക്ഷേ എൻ്റെ ശമ്പളം കൂടുന്നതനുസരിച്ചിട്ട് എൻ്റെ ആഗ്രഹങ്ങളും കൂടും, എൻ്റെ കൊച്ചിൻ്റെ ആഗ്രഹങ്ങളും കൂടും. അപ്പോൾ അന്ന് വിചാരിച്ചേക്കണ കാര്യം വെച്ചാൽ, ഞാൻ കോൺവെൻറ്റ് സ്കൂളിൽ വിടുന്ന സമയത്ത് എൻ്റെ കൊച്ചിന് ഡിഗ്രിക്ക് വിടാനായിട്ട് എൻ്റെ ബഡ്ജറ്റ് 10 ലക്ഷം ആയിരിക്കും. പക്ഷേ ഞാൻ സ്കൂൾ മാറ്റണേ എൻ്റെ ശമ്പളം കൂടുന്നതനുസരിച്ചിട്ട് എനിക്ക് ഈ സാധനം അമേരിക്ക വിട്ട് പഠിപ്പിക്കണതായിരിക്കും. അപ്പോൾ ആ ബഡ്ജറ്റ് മാറും. സോ ദിസ് ഹാപ്പൻസ് എവറി 6 months ഓൾമോസ്റ്റ്, അല്ലെങ്കിൽ എവറി 3 years ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹാപ്പൻ. അപ്പോൾ വി നീഡ് ടു റിവ്യൂ ദാറ്റ് ആൻഡ് മേക്ക് ദാറ്റ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ്. കറക്റ്റ് ഒരു മാപ്പ് ഉണ്ടാക്കി മാപ്പ് ചേഞ്ച് കീപ്പ് ഓൺ ചേഞ്ച്. അപ്പോൾ ഇപ്പോൾ എന്നോട് ആ മാപ്പ് ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാപ്പ് ഇസ് ഗോയിങ് ടു ചേഞ്ച്. ആൻഡ് സി ലൈഫ് ഇവൻസ് ഈസ് കീപ്പ് ഓൺ ചേഞ്ചിങ്, റൈറ്റ്? ഇപ്പോൾ നമ്മൾ ഒരാൾ ജോലി കിട്ടുന്ന സമയത്ത് ഹി വാസ് എ ബാച്ചിലർ, ഗോട്ട് എ ജോബ്, അങ്ങനെ കഴിച്ചു ബ്ലെസ്സിങ്, എനിക്ക് ഇത്ര കാശ് കിട്ടി എന്നുള്ളത്. ജോലി കിട്ടി, കല്യാണം കഴിഞ്ഞ്. അപ്പോൾ കല്യാണം കഴിയണ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ വി ഡോണ്ട് നോ വാട്ട് കൈൻഡ് ഓഫ് എ ലൈഫ് ഗോയിങ് ടു ബി. ഇനി കുട്ടികളുണ്ടായി, 2 കുട്ടികളുണ്ടായി, 3 കുട്ടികളുണ്ടായി, ഇതെല്ലാം കഴിയുമ്പോൾ ആൻഡ് കീപ്പ് ഓൺ ചേഞ്ചിങ്, റൈറ്റ്? ഇനി ഇതിനിടയിൽ ഏതെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഹാപ്പിനെസ് കൂടി, ഇതെല്ലാനും ഫിനാൻഷ്യൽ ഡിസിഷൻസിനെ മാറുമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് വി ആർ ട്രൈങ് ടു മാനേജ് ഇറ്റ്. ആൻഡ് ആക്ച്വലി സ്പീക്കിംഗ് ഇതാണ് വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ HNIസിന് വേണ്ടി നടക്കുന്നത്. അപ്പോൾ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് അറ്റ് ഫോർ എ റീറ്റെയിൽ പീപ്പിൾ ഹൗ ക്യാൻ വി ഡു വെൽത്ത് മാനേജ്മെൻറ്റ്. ഈ വെൽത്ത് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 5,000 രൂപയും 10,000 രൂപയും മാസം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ചെയ്യേണ്ട വെൽത്ത് മാനേജ്മെൻറ്റ് കുറച്ചായിരിക്കും. അവരോട് സംസാരിക്കേണ്ട ലാംഗ്വേജ് വേറെ ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ ഇയാളെയും അവർ എയിം ഈസ് ടു മേക്ക് ഹിം എ ക്രോർപതി. ആ ഗോളിലേക്ക് അയാളെ എങ്ങനെ കംഫർട്ടായിട്ട് എത്തിക്കുക എന്നുള്ളത്. പക്ഷേ ഒരാൾക്ക് ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ പുള്ളിക്ക് ചിലപ്പോൾ 1 കോടിയോ അല്ലെങ്കിൽ 5 കോടിയോ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാവും. ദാറ്റ് കോൺവെർസേഷൻ ഇസ് ഡിഫറെൻറ്റ്. അല്ലെങ്കിൽ ഒരാൾക്ക് തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ 1 ലക്ഷമോ 5 ലക്ഷമോ ചിലപ്പോൾ മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അദ്ദേഹത്തോട് സംസാരിക്കേണ്ട രീതികൾ വ്യത്യാസമാണ്, അദ്ദേഹത്തിൻ്റെ ആസ്പിറേഷൻസ് വ്യത്യാസമാണ്. അപ്പോൾ ഇതെല്ലാവരും കസ്റ്റമൈസാണ്. ഐ തിങ്ക് എവരിവൺ ഈസ് ടോക്കിംഗ് ദ സെയിം തിങ്. പക്ഷേ ഞാൻ എൻ്റെ ഓഫീസിൽ പറഞ്ഞ കാര്യം വെച്ചാൽ നമുക്ക് ആ പറയണത് തന്നെ സംസാരിച്ച് അച്ചീവ് ചെയ്ത് നടത്തണം എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി ഐ ഹയർ പേഴ്സൺ വിത്ത് മീ, ടെക്നോളജി പേഴ്സൺ. അപ്പോൾ ഈ ടെക്നോളജി എന്ന് വരുമ്പോൾ ദിസ് കേസ് ബാക്ക്ഗ്രൗണ്ട് ഈസ് എ സ്റ്റാർട്ടപ്പ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എന്നോട് വാട്ട് ഈസ് എ യൂണിക് പെൻഡാഡ് ഈസ് ഗിവിംഗ്? നോ യൂണിക്, ഓൺലി തിങ് ഇസ് ദാറ്റ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു, what you going to talk and what you going to do the same, it will be same thing. But he is not really convinced so far. ഞാൻ പറഞ്ഞു നീ എന്നോട് വർക്ക് ചെയ്യും കുറച്ചാൾ, അപ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ടോക്കിംഗ്. ഈ പറഞ്ഞ സാധനം സി ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യം വെച്ചാൽ ഇപ്പോൾ സി ഇഫ് യു ലുക്ക് അറ്റ് എനി ഫിൻടെക് കമ്പനീസ്, റൈറ്റ്, they are giving highly sophisticated do-it-yourself softwares and everything. They need that because people who know how to do, they need do it themselves, right? പക്ഷേ നമ്മളിവിടെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വെച്ചാൽ ഈ പറഞ്ഞ വലിയ സാധനങ്ങളൊന്നുമല്ല. ആകെ സി എൻഡ് ഓഫ് ദ ഡേ വാട്ട് you need to put the money in some safe asset and or aggressive asset which will help them to achieve their financial goals, അല്ലേ?
അത് ഒരു പേജിൽ കാണാൻ പറ്റണം ഈ പറഞ്ഞ സാധനം. ആൻഡ് ദേ ഷുഡ് ഹാവ് ദ കോൺഫിഡൻസ് ദാറ്റ് ഐ വിൽ ഏബിൾ ടു അച്ചീവ് ദിസ് വിത്ത് ദ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിന് സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി വി നീഡ് ടു സിംപ്ലിഫൈ വാട്ട് വി ആർ ഡൂയിങ്. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് ഓൺലി വി ആർ നോട്ട് ട്രൈങ് ടു ഡു എന്താ പറയുക റോക്കറ്റ് വിക്ഷേപിക്കാൻ ഇതിനൊന്നിനും പോകുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ഇത് ആളുകളെല്ലാവരും സ്വപ്നത്തിൻ്റെ പുറകിലാണ് നിൽക്കണം, അല്ലെങ്കിൽ ആളുകളെല്ലാം ടെൻഷനിലാണ് എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇത് മീറ്റ് ചെയ്യണം. പൊതുവെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഒരു മിക്കവാറും ഒരു ദാരിദ്ര്യ അവസ്ഥയിലാണ് പറയാറ് അല്ലെങ്കിൽ ചിന്തിക്കാറ്. ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവും, അപ്പോഴും പറയുന്നത് ഓക്കെ അയ്യോ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ ഒരു കാര്യം ചെയ്യണം. ഇത് അക്കൗണ്ടിൽ ചിലപ്പോൾ നല്ല സേവിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണോ, അതോ ഇത് കറക്റ്റായിട്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാപ്പ് ചെയ്ത് നമ്മുടെ വെൽത്ത് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ല ഇതിൻ്റെ പ്രശ്നമാണോ? ഇതെല്ലാവരും ഒരു അപ്ബ്രിങ്ങിങ്ങിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മളെല്ലാവരും യുണീക്കാണ്. ഇപ്പോൾ തൗഫീഖ് വളർന്ന ജീവിത സാഹചര്യം വേറെ, എൻ്റെത് വേറെ, മാത്യുവിൻ്റെ വേറെ, ഇതെല്ലാവരും വേറെ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ആളുകൾ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ തലയിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ചില ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി, അല്ലെങ്കിൽ ഞാനിപ്പോൾ വക്കീലായി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡോക്ടറായി. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്കറിയില്ല, ചില ടൈമിൽ ചില ആൾക്കാരുടെ വിചാരം എന്ന് വെച്ചാൽ എൻ്റെ കഴിവുകൊണ്ട് അത് എത്തിയെന്നുള്ളത്. പക്ഷേ ആ കഴിവിനേക്കാൾ ഉപരി ആ കൂലിപ്പണിക്കാരൻ ഇത്തിരി സാക്രിഫൈസ് ചെയ്തിട്ട് ഇവൻ ആ സ്കൂളിൽ വിടാനായിട്ട് കാണിച്ച ഒരു ധൈര്യമാണ്. സോ ദാറ്റ് ഈസ് ഹിസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ചില ആൾക്കാർക്ക് നന്ദിയാണ്, എൻ്റെ അച്ഛൻ ഇത്ര വലുതായിട്ട് ചിന്തിച്ചില്ല എന്നുള്ളത്. പക്ഷേ ചില ആൾക്കാർക്കുള്ള വിഷയം പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് നേടി എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ ചില എപ്പോഴും പിന്നെ വി നീഡ് ടു ടേക്ക് ദ ക്രെഡിറ്റ്, റൈറ്റ്, ഞാൻ കൂലിപ്പണിക്കാരൻ്റെ മോനി ഞാനിവിടെ എത്തിയെന്നുള്ളത്. എന്നാൽ ഈ ദാരിദ്ര്യം പോകത്തുമില്ല. ആക്ച്വലി ഇയാൾ അച്ഛനെ മെൻ്റലി ഹി വാസ് റിയലി റിച്ച്. ദാറ്റ് ഈസ് റീസൺ ഇദ്ദേഹത്തിന് ഈ ലെവലിലേക്ക് എത്തിച്ചത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്നവൻ ആക്ച്വലി ഒരു IT കമ്പനി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ശമ്പളം അതൊക്കെ ഉണ്ടാവും. അല്ല, അത് ഐ തിങ്ക് അവർ എക്കണോമി ഈസ് ഗോയിങ് ടു ടേക്ക് അസ് ദെയർ. കാരണം ഇപ്പോൾ US പറയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹാൻഡ് വർക്കേഴ്സിന് ചിലവരൊക്കെ നന്നായിട്ട് പണിയെടുക്കുന്നവർക്ക് $1,00,000 വരെ ഉണ്ടാക്കണമെന്നാണ് പറയണത്. ഓക്കെ, ബിക്കോസ് അവിടെ അത് സ്കേർസിറ്റി ഉണ്ട് ആ ജോലിക്ക്. ദാറ്റ് ഈസ് എ ഗുഡ് മണി. $1,00,000 അവിടെ പെർ ഇയർ. ആ ഒരു സിറ്റുവേഷൻ ഇവിടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ആ പണി ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാവില്ല. ഇവിടെ പണിക്കാർ കുറവാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ അത് എപ്പോഴും അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ നമുക്ക് നമ്മളാ വന്ന ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ ഒരു 7 years 10 years നമ്മളെപ്പോഴും കണ്ടിരിക്കുന്നത് വീട്ടിലത്തെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ വി ഹാവ് മണി, അപ്പോഴും നമ്മളത് ഇങ്ങനെ അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നിനക്ക് ഇപ്പോൾ എല്ലാം ഉണ്ട്, എനിക്ക് ദരിദ്രം എന്നുള്ളത്. ആൻഡ് സോ അത് കുറേ കാര്യം ദേ ഡോണ്ട് നോ ഹൂ ആർ ദേ നൗ. എനിക്ക് പലപ്പോഴും ചില ക്ലയൻസിനെ കാണുമ്പോൾ കണ്ടിട്ടുണ്ട് കുറേ കാശുണ്ടോ, ദെൻ ദേ കം ഹിയർ ഓൺലി ടു ഗെറ്റ് എ വാലിഡേഷൻ ദാറ്റ് ആർ ദേ സേഫ് ഓർ ദേ ഗുഡ് ഇനഫ്. ആൻഡ് ചില ആൾക്കാർക്ക് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യണം, ചിലർക്ക് എന്നേക്കാളും പേരുണ്ട് ഈ പറഞ്ഞത്. സ്റ്റിൽ ദേ വാണ്ട് ടു ബി അവർ ക്ലയൻറ്റ്. അത് കാരണം വെച്ചാൽ ദേ നോ ദാറ്റ് ദേ ആർ നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ്. ഇതിപ്പോൾ പലർക്കും ഇപ്പം ചില ഫീൽഡിലുണ്ടായിരിക്കും, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, പക്ഷെ ഒരു എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു മെൻറ്ററിങ് കിട്ടാനായിട്ടുള്ളവരും ചിലപ്പോൾ നോക്കാറുണ്ട്. ചിലപ്പോൾ അതുണ്ടാവാം. ഇതും എനിക്ക് തോന്നിയിട്ടുള്ള ചില മെൻറ്ററിങ്ങിനേക്കാൾ ഉപരി കൂടുതലും എന്താ പറയുക, ഞാനിത് ചെയ്യാൻ പാടില്ല, ഇത് എനിക്ക് വേറൊരുത്ത ചെയ്ത് തരുന്നത് പേടിനേക്കാൾ ഉപരിയുള്ള കാര്യം വെച്ചാൽ സി നോയിങ് എവറിത്തിങ് ആൻഡ് ഹാൻഡ്ലിങ് യുവർ മണി ഈസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഈ മുന്നാബായിലൊക്കെ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ കൊച്ചിനായിട്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ പൈസയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ. ഇപ്പോൾ എന്നോട് ചില ക്ലയൻസൊക്കെ ഒന്ന് പറയാറുണ്ട്, ഞാൻ ഇങ്ങനത്തെ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഞാൻ തൊടത്തില്ല അതിൽ. കാരണം ഐ എം ഇൻവെസ്റ്റിംഗ് ഫോർ സമ്മൺ എൽസ്, ഐ എം റെസ്പോൺസിബിൾ. അത് ആ ഫണ്ടിന് മോശമായിട്ടല്ല. ഇപ്പോൾ നമ്മൾ 2024 മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി NFOs ആയിട്ട് കുറേ തിമാറ്റിക്കൽ ഫണ്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഐ ഡിഡ്ന്റ് റെക്കമെൻഡ്. NFO ഉദ്ദേശിച്ചത് ഇപ്പോൾ പുതിയ മ്യൂച്വൽ ഫണ്ട് വേറൊരു സാധനത്തിനാണ് NFO എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓഡിയൻസിന് അത് നന്നായിരിക്കും. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഓൾറെഡി 5 വർഷം പഴക്കമുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ നത്തിങ് റോങ് ഇൻ ദാറ്റ്. അതിലെന്തെങ്കിലും ഒരു യുണീക്നെസ് ഉണ്ടെങ്കിൽ നമുക്കത് വാങ്ങാം. ആ യുണീക്നെസ് ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങണ്ട. അങ്ങനെ ഇപ്പോൾ ആ പുതിയത് വരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ പക്ഷെ
ഇപ്പം ഞാൻ എൻ്റെ പൈസ ഇടണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി ഇത് ഇപ്പോൾ ഈ പൈസ വരുന്നത് ഡിഫൻസ് ഫണ്ടിലേക്കാണ്. ഇനി ഇന്ത്യ മഹാരാജ്യം ഡിഫൻസിനുള്ള എക്യുപ്മെൻറ്റ് നാടിന് മൊത്തം കൊടുക്കാൻ പോകണം. അപ്പോൾ കൂടെ കുറേ ഡിഫൻസിൽ വലിയ ഡെവലപ്മെൻറ്റ് വരാൻ പോകണം. ഇനി എങ്ങാനും ഗവൺമെൻറ് പോളിസി മാറ്റിയല്ലോ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ വൈ ഡു ഐ നീഡ് ടു പുട്ട് ദാറ്റ് എൻ്റയർ മണി ഇൻ ടു ദർ? ഇനി ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ കഴിഞ്ഞ വർഷം സ്വർണ്ണത്തിൽ 75% അപ്രീസിയേഷൻ കണ്ട്, പ്ലാറ്റിനത്തിൽ 130% അപ്രീസിയേഷൻ കണ്ടു, സിൽവറിൽ 130% അപ്രീസിയേഷൻ കണ്ടു. എൻ്റെ എല്ലാ പൈസയും കൊണ്ട് അതിൽ കൊണ്ടിടാം. അങ്ങനെ ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് തിങ്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഐ എം റെസ്പോൺസിബിൾ. കറക്റ്റായിട്ട് ആ പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യാൻ ബാലൻസ് ആക്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഇൻവെസ്റ്റേഴ്സിന് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് ചെയ്യുന്ന ടൈമിൽ. ഇപ്പം ഇൻഫ്ലേഷൻ വരുമ്പോൾ ഇപ്പം എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ ഒരു ഇൻഫ്ലേഷനെ കണ്ടിട്ട് വേണം ചെയ്യാൻ. അപ്പം ഇവിടെയാണ് ഇപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഒരു പ്രശ്നമുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും അത് നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ പൈസ ഉണ്ടോ എന്നുള്ളൊരു ദാരിദ്ര്യത്തിലോട്ട് വരും, അല്ലെങ്കിൽ പേടിയായിരിക്കും അത് നിറക്കാനായിട്ട് അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഇൻഫ്ലേഷൻ നോക്കിയിട്ട് ഇത് ഫ്യൂച്ചറിലേക്ക് നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണ്ടേ ചെയ്യാൻ വേണം. അതിലാണ് ഗോൾഡിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പം നമുക്ക് കുറച്ച് പൈസ കരുതൽ നിധിയായിട്ട് വേണം, അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മുടെ മോളുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ഉണ്ട്, ആ പൈസ അവിടെ വെക്കാനേ ഉള്ളൂ. FD ആയിട്ട് വെക്കുക, ഡെറ്റ് ഫണ്ടിൽ വെക്കാന്നുള്ളൂ. സോ ദാറ്റ് ഈസ് മോർ ദാൻ ഇൻഫ്ലേഷൻ. അടുത്ത വർഷം ഇൻഫ്ലേഷൻ അത്ര അധികം വരാൻ പാടില്ല. സോ യുനോ എത്രയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു 3 വർഷത്തേക്കുള്ളൊരു നെറ്റ് ഉണ്ട്. അത് യു ക്യാൻ കീപ്പ് ഇറ്റ് സേഫ് FDs ആൻഡ് ഡെറ്റ് ഫണ്ട്സ് ആൻഡ് അങ്ങനത്തെ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാത്ത അസറ്റിൽ. പക്ഷേ നമുക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് വേണ്ട സാധനം അത് റിട്ടയർമെൻറ്റ് ഫണ്ട്. അത് അടുത്ത 20 ഇയേഴ്സിൽ നമുക്ക് വേണ്ടത്. ആ ഫണ്ട് നമ്മൾ സേഫായിട്ട് കയ്യിൽ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോബ്ലം. ഒരു പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് മണി എൻ്റെ ഇരിപ്പുണ്ട്. ഒരു ലെറ്റ്സ് സേ ഒരു സാധാരണക്കാരാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നീക്കിയിരിപ്പ് വന്നു. അപ്പോൾ ഈ 10 ലക്ഷം രൂപ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, അതുപോലെ എമർജൻസി ഫണ്ടായിട്ട് വേണ്ടിയുണ്ട്, അല്ലെങ്കിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു 3 വർഷത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വരും എന്നുള്ളതിന് വേണ്ടി ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ ഇതിനെ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് നമ്മൾ ആദ്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ മാസം എക്സ്പെൻസ് എത്രയുണ്ടെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടല്ലോ നമുക്ക്. ആ പൈസ എത്രയുണ്ടെന്ന് നോക്കിയാൽ 50,000 രൂപ ആയിരിക്കും മാസം എക്സ്പെൻസ്. മാസം എനിക്ക് എന്താ പറയുക, ഈ പൈസ ഉണ്ടായാൽ പറ്റും. ഒന്നും ചെയ്തില്ലെങ്കിലും പോകുന്നു. കാരണം ഇപ്പോൾ വീട്ടിലെ ഭക്ഷണം കഴിക്കാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ സ്കൂൾ ഫീസ് കൊടുക്കാണ്ട് പറ്റില്ല, ഇനി റെൻറ്റിലാണെങ്കിൽ റെൻറ്റ് കൊടുക്കാണ്ട് പറ്റില്ല. റെൻറ്റ് വേണേൽ കുറച്ച് വേണം ഇപ്പോൾ ചെയ്യാം, പക്ഷേ എന്നാലും നമുക്കൊരു ഫാമിലി ആയി കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ഇതുണ്ടാവും. അപ്പോൾ 50,000 രൂപ നമ്മുടെ ചിലവെന്നായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പൈസയ്ക്ക് ഒരു 6 മാസത്തേക്കുള്ള കരുതൽ നിധി, അതാണ് എമർജൻസി ഫണ്ട്. അത് ഉണ്ടാ നോക്കാം വേറെ പുറത്ത്. ഇല്ലാന്നുണ്ടെങ്കിൽ 10 ലക്ഷത്തിൽ നിന്ന് ആ പൈസ മാറ്റി വയ്ക്കുക. 3 ലക്ഷം രൂപ അല്ലേ, 50,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ലക്ഷം രൂപ മാറ്റി വയ്ക്കുക. അതോടൊപ്പം തന്നെ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാകുന്ന നോക്കാം. പിന്നെ നമ്മൾ പെട്ടെന്ന് വല്ല എന്ത് പറ്റി പോയി കഴിഞ്ഞാൽ ടൈം ഇൻഷുറൻസ് ഉണ്ടാകുന്ന നോക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് ബേസിക് കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ആലോചിക്കുക ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ചിലവുകൾ വരാൻ ചാൻസ് ഉള്ളത്. ഇനി വല്ല ബൈക്ക് വാങ്ങാനുണ്ടോ, അല്ല ചിലപ്പോൾ ഫാമിലിക്ക് ബൈക്കൊക്കെ വാങ്ങണ ചിലപ്പോൾ ഭയങ്കര അത്യാവശ്യമുള്ള ഒരു സാധനമായിരിക്കും. അതേമാതിരി പെട്ടെന്ന് വേറെ ഇനി വല്ലതും ഇപ്പോൾ നമ്മുടെ ഫാമിലി സിമ്പിൾ സാധനങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം വരാൻ ചാൻസ് ഉണ്ട്. സ്വന്തം സിസ്റ്റർ കല്യാണമാണ്, അതിന് നമുക്ക് പറയാൻ പറ്റുമോ ഗിഫ്റ്റ് കൊടുക്കണം? അല്ല, നമ്മൾ പറഞ്ഞു എൻ്റെ ഫിനാൻസ് നോക്കിയിട്ട് എൻ്റെ സിസ്റ്റർ കല്യാണത്തിന് നോക്കുക, അവളോട് വെയിറ്റ് ചെയ്യാൻ പറയാൻ പറ്റുമോ? അപ്പോൾ അത് ചിലപ്പോൾ അടുത്തൊരു വർഷം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ് മണി ഓൾസോ വി നീഡ് ടു പ്രോബ്ലി കീപ്പ് എ സൈഡ്. ആൻഡ് ഇപ്പോൾ ഗോൾഡ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ആ പൈസ വി ക്യാൻ കീപ്പ് ഇറ്റ് ഇൻ ഗോൾഡ് ഇറ്റ് സെൽഫ്. ഇപ്പോൾ ഈ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പൈസ, ഇനിയുള്ള പൈസ എനിക്കൊരു 5 വർഷം 7 വർഷം കഴിഞ്ഞിട്ട് മതി. ഓക്കെ, ആ പൈസേൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇക്വിറ്റി പോലത്തെ ഈ പറഞ്ഞ സാധനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡെറ്റിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഗോൾഡിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മറ്റേ പൈസ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലാവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്കുകളിലാവാം. ഇനീഷ്യലി മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യാന്നുള്ളതാണ്. ഒരു ഹെൽത്ത് പരമായിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും നാൾ ചിലപ്പോൾ സേവ് ചെയ്ത മൊത്തം സാധനം ഒറ്റയടിക്ക് വൈപ്പ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. ചിലർ നമ്മൾ ചിന്തിക്കും എനിക്കൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് എത്രമാത്രമുണ്ട്? നാളെ എന്തെങ്കിലും അസുഖം വന്നാലും ചെയ്യും ഈ പറഞ്ഞ സാധനം. അപ്പോൾ ഇത് നമുക്കറിയില്ല വരുമെന്നുള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ എത്രയോ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്ന അസുഖങ്ങൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമല്ല. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റാണ് ഉണ്ടാവണം എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു കണക്കിലെന്ന് പറഞ്ഞാൽ ഏകദേശം 75% ഹെൽത്ത് ഇൻഷുറൻസും ഇന്ത്യയിലുള്ളത് 5 ലക്ഷത്തിൽ താഴെ എന്നാണ് പറഞ്ഞത്. 5 ലക്ഷത്തിൽ താഴെ ശരിക്കും പറഞ്ഞ ഒരു കാര്യമില്ല ഇൻഷുറൻസ് ഉണ്ടായിട്ട്. കാരണം നമുക്ക് 5 ലക്ഷമൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് മാനേജ് ചെയ്യാൻ പറ്റും.
അതിനേക്കാളും കൂടുതലാവുമ്പോഴാണ് ശരിക്കും പക്ഷേ മാനേജ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 25 ലക്ഷത്തിനെങ്കിലും ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എടുത്തു വയ്ക്കുക എന്നുള്ളത് മസ്റ്റാണ്. ഇനി അതും പറ്റാത്ത ആൾക്കാരെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഒത്തിരി ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. അതിലെങ്കിലും പോയിട്ട് അതിന് ഒന്നില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ SBIയിലൊക്കെ പോയി കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും ഗവൺമെൻറ്റിൻ്റെ. അത് 250 രൂപ എന്തൊക്കെ ഉള്ളൂ. ഇപ്പൊ നമുക്കിതൊരു 3 പേരുള്ള ഒരു ഫാമിലിയാന്ന് വെച്ചാൽ സാധാരണ ഇപ്പൊ അങ്ങനെയാണല്ലോ, അച്ഛൻ, അമ്മ, ഒരു കുട്ടി. അല്ല, ഇപ്പോൾ തൗഫീഖിൻ്റെ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ യു ആർ യങ് അല്ലേ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒറ്റയടിക്ക് ഒരു 20 ആണെങ്കിൽ നല്ലത്, ഐഡിയലി സ്പീക്കിംഗ്. കാരണം ഒന്നാമത് നമ്മുടെ ഏജ് കൂടുന്തോറും കൂട്ടൽ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ 20 എടുത്ത് വെക്കുകയാണെങ്കിൽ തന്നെ ഇവൻ 10 ഞാൻ ഇത് എങ്ങനെ പറയാം, ചിലപ്പോൾ ഒരു 3 കൊല്ലമൊക്കെ അടച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നോ ക്ലെയിം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു കുറച്ചാൾ നമ്മൾ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ വി ഗെറ്റ് അഡീഷണൽ കവറേജ്. അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ യങ് ആയതിൻ്റെ പേരിൽ ഒരു 10-20 ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 25 തന്നെ പോകാന്നുള്ളതാണ് ഒരു കാരണം. വെച്ചാൽ ഈ ടൈമിൽ ഇറ്റ്സ് വെരി ഈസി, അത്ര വലിയ പ്രീമിയം വരത്തില്ല. പിന്നെ യങ് ആയിട്ടുള്ള ഒരാളാണ്, പിന്നെ ഇനി അടുത്ത പിള്ളേരൊക്കെ വേണമെങ്കിൽ യു ക്യാൻ ആഡ് ഇൻ ടു ദിസ്. അപ്പോൾ ദാറ്റ് ഈസ് മോർ ബെറ്റർ. ആൻഡ് നമ്മൾ ഇത്രയും കണ്ടാൽ മതി. ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു 40 കൊല്ലം 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഈ 5 ലക്ഷത്തിൻ്റെ എടുത്തു വയ്ക്കണമെന്നുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇൻഫ്ലേഷൻ കൂട്ടുമ്പോൾ അത് 5 ലക്ഷം 5,000 രൂപയുടെ വില പോലും കാണത്തില്ല. ആൻഡ് അതിൽ തന്നെ കുറേ ഇനി 5 ലക്ഷം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ റെൻ്റൽ ലിമിറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. സോ ഇഫ് യു ഹാവ് എ ഫ്രീ പോളിസി നൗ ആൻഡ് നമുക്ക് അത്ര വലിയ പ്രീമിയം വരത്തില്ല. സോ ഇറ്റ് ഈസ് ഈസി ടു ഗോ ഫോർ ഒരു 25 ലക്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. കാരണം ഇന്നത്തെ ഇപ്പോൾ തിരുവനന്തപുരത്തായാലും കൊച്ചിയിലൊക്കെ ആണെങ്കിലും അത്രയും ഹോസ്പിറ്റൽ ബില്ല് വരാൻ ചാൻസ് ഉണ്ട്. ഐ എം ടോക്കിംഗ് അബൌട്ട് 20-25 ഇയേഴ്സ് ഫ്രം നൗ. അപ്പോൾ ഈ ടേം ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻസോ? ടേം ഇൻഷുറൻസ് നമ്മൾ ബ്രെഡ് വിന്നർ ആണെങ്കിൽ, അല്ലെങ്കിൽ ബ്രെഡ് വിന്നർ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ ടേം ഇൻഷുറൻസ് ഈസ് മസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പറ്റിക്കഴിഞ്ഞാലും നമ്മുടെ ഫാമിലിക്ക് ജീവിക്കാനുള്ള ബൾക്ക് പൈസ നമ്മുടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ടേം ഇൻഷുറൻസ് ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ചോദിക്കണമെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ, ഒരു 2 ഫാമിലി മെമ്പർ 10 കോടി രൂപ ബാങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ലിക്വിഡേറ്റബിൾ അസറ്റ് ആണെങ്കിൽ വേണമെന്നില്ല. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ലോൺ ഉണ്ടെങ്കിൽ സംബഡി ഹാസ് ടു പേ ദ ലോൺ, റൈറ്റ്? അത് ഉണ്ടാവണം. പിന്നെ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് അടുത്തൊരു 10-20 കൊല്ലത്തേക്ക് ജീവിക്കാനുള്ള ഫണ്ടുണ്ടോ, നമ്മുടെ വൈഫിന് ജോലി ചെയ്യാനുള്ള കഴിവുണ്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷീസ് ഇൻഡിപെൻഡൻറ്റ്. അങ്ങനെയാണെങ്കിൽ വേണ്ട. ഇഫ് ഷീസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഹെർ റിട്ടയർമെൻറ്റ് ഷുഡ്, അവർ 100 വർഷം ജീവിച്ചിരുന്നല്ലോ. ആൻഡ് ഷീ ഷുഡിൻ ഡിപ്പെൻഡ് ഓൺ സമൺ എൽസ്, റൈറ്റ്? അത് പിന്നെ മക്കളുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പൈസയും കൂടി കണ്ടിട്ടുള്ള ഒരു ഇൻഷുറൻസ് പൈസ ടേം ഇൻഷുറൻസ് ആയിട്ടുണ്ടാവണം. ആൻഡ് ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ പ്യുവർ ടേം ഇൻഷുറൻസ് ആയിട്ട് എടുത്താൽ മതി. അതിൽ എന്നാ റിട്ടേൺ കിട്ടുന്ന പൈസയൊക്കെ ഉണ്ട്, അത് വേണ്ട. അതാകുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം കൂടും. യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്. ആൻഡ് വേണമെന്നുണ്ടെങ്കിൽ റെഗുലർ പ്രീമിയം എന്ന് പറഞ്ഞിട്ടുണ്ട്, എത്ര കാലത്തേക്കാണോ മെച്യൂരിറ്റി അത്ര കാലം അടയ്ക്കണത്. അങ്ങനെയാണെങ്കിലും പ്രീമിയം കുറവ്, അതായാലും മതി. അപ്പോൾ നമുക്കുള്ള ഫ്ലെക്സിബിലിറ്റി എന്ന് വെച്ചാൽ എനി ടൈം യു റീച്ച് ദാറ്റ് കൈൻഡ് ഓഫ് എ നമ്പർ യു ക്യാൻ സ്റ്റോപ്പ് പേയിങ് ഇറ്റ്. അല്ലെങ്കിൽ 5 കൊല്ലത്തേക്കും 10 കൊല്ലത്തേക്കും അടയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യു പേ ഫോർ 5 years and 10 years ആൻഡ് എത്രയാണോ മെച്യൂരിറ്റി പീരീഡ് അത്രയും വർഷം നമുക്ക് ആ ടേം ഇൻഷുറൻസ് ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ. ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് മിനിമം എത്രയാണോ മെച്യൂരിറ്റി പീരീഡ് അത്രയും കാലം അടയ്ക്കുന്ന വിധത്തിൽ എടുക്കുക. എന്നിട്ട് എന്താണോ നമ്മുടെ ഫിനാൻഷ്യലി വി ആർ റീച്ച് ദെയർ യു ക്യാൻ സ്റ്റോപ്പ് ഓൾസോ. ഓക്കെ. ഒരു ഭവനം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമോഷണൽ സാധനമാണ്. ഓക്കെ. അപ്പം പ്യുവർ മാത്തമാറ്റിക്കൽ നമ്പേഴ്സ് മാത്രം നോക്കുവാണെങ്കിൽ ഒരു വീട് വാങ്ങിക്കുന്നതാണോ അതോ ഒരു EMIയിൽ എടുക്കുന്നതാണോ അതോ റെൻ്റ് എടുക്കുന്നതാണോ? ഇതിലെല്ലാത്തിലും മാക്സിമം ഒക്കെ എനിക്ക് തോന്നുന്നത് റെൻ്റ് താമസിക്കണമായിരിക്കും. ഒരുപാട് ചർച്ചകൾ പോയിട്ടുള്ളൊരു വിഷയം പലയിടത്തും. പക്ഷേ എനിക്ക് തോന്നുന്നത് വീട് വാങ്ങണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. നോ, സീരിയസ്ലി ദാറ്റ് ലോഡ് ഓഫ് മീനിങ് ടു ദാറ്റ്. ചിലപ്പോൾ നമ്മളൊരു ഇപ്പോൾ എനിക്ക് ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയുള്ള US ആൾക്കാരോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ സെക്കൻഡ് ജനറേഷൻ പിള്ളേരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ തിങ്ക് ചെയ്യണ വേറെ രീതിയിലാണ്. അത് ബിക്കോസ് ദേ ഗ്രോൺ അപ്പ് ദേ ലൈക്ക് അവരൊക്കെ ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ബിക്കോസ് ദേ കം ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്, റൈറ്റ്? അവർ പറഞ്ഞത് ചെറിയ താമസിക്കുക ആൻഡ് ദേ മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. പക്ഷേ പുറത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഗുണം ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ US അവിടേക്കുള്ള ഗുണം വെച്ചാൽ മിക്കവാറും റെൻറ്റ് കൊടുക്കണതില്ലേ അതിനേക്കാളും കുറവായിരിക്കും EMI. അങ്ങനെ അവിടെ വാങ്ങണത് EMI വാങ്ങണത് നല്ലതാണ്. ഇന്ത്യയിലത്തെ സിറ്റുവേഷൻ അതല്ല.
ഇന്ത്യയിൽ EMI കൂടുതൽ. EMI ശരിക്കും പറഞ്ഞാൽ ഡബിളൊക്കെ ആവും, ഡബിളോ ട്രിപ്പിളൊക്കെ ആവും. ഇന്ത്യയിലത്തെ പ്യുവർ മാക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഫോർഡബിലിറ്റി അനുസരിച്ച് ഇപ്പോൾ ബോംബെയിൽ പോയിട്ട് നിങ്ങൾ പോയിട്ട് പറയുന്നത് എനിക്ക് ബാന്ദ്രയിൽ തന്നെ താമസിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ റെൻറ്റിന് കൂടി പോകും. പക്ഷേ ആ ബാന്ദ്രയിൽ പോയിട്ട് റെൻറ്റിന് പകരം വീട് വാങ്ങണമെങ്കിൽ അത്രയും കാശുണ്ടോ? അതെ. നമ്മളാ ഒരു ഫിനാൻസ് നോക്കുകയാണെങ്കിൽ വി വിൽ ബി ഗോയിങ് ഫോർ എ അഫോർഡബിൾ റെൻ്റൽ ഹൗസിലല്ലേ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്ലിയർ ആയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എപ്പോഴും ഞാൻ പലപ്പോഴും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനൊക്കെ വരുമ്പോൾ ആൾക്കാർ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങളുടെ എത്രയാണ് ബഡ്ജറ്റ്, എത്രയുടെ സാലറി, ദെൻ വി വിൽ ഏബിൾ ടു അറിയാൻ പറ്റുക കറക്റ്റ് ടിക്ക് ചെയ്തിട്ട് പറയാൻ പറ്റും ഇതാണ് നമ്പർ എന്നുള്ളത്. പിന്നെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മൾ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും ഉള്ളൊരു ക്വസ്റ്റ്യനാണ് എന്തിന് ഒറ്റയടിക്ക് കാശ് കൊടുത്ത് വാങ്ങണം, നമുക്ക് EMIക്ക് വാങ്ങിയിട്ട് ടാക്സ് ബെനിഫിറ്റ് എടുത്താൽ പോരെ എന്നൊക്കെ ഉള്ളത്. ആൻഡ് ദെയർ ഓൾസോ നമ്മുടെ അത്രയും കാശ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. എൻ്റെ അടുത്ത് 1 കോടി രൂപയേ ഉള്ളൂ, അതിൽ 1 കോടിക്ക് ഫ്ലാറ്റും വാങ്ങണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ ലോൺ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ അടുത്ത് പക്ഷേ ഒരു 5 കോടി ഉണ്ട്, 1 കോടിക്കാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ കാശിനെ വാങ്ങാന്നുള്ളത് എനിക്ക്. കാരണം വെച്ചാൽ എനിക്ക് EMI വെക്കണത് വലിയ താല്പര്യമില്ല. ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ വിത്ത് EMI. ആൻഡ് എസ്പെഷ്യലി 5 കോടിയുള്ള ആൾക്കാർക്ക്, മിക്ക ആൾക്കാർക്കും, ഒരു ബിസിനസ്സുകാർക്കൊക്കെ ആണെങ്കിൽ ഓക്കെ കടമുള്ളത്, അല്ലാത്തവർക്കൊന്നും അതിൻ്റെ 30കളിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്കൊരു അടുത്തൊരു 10 വർഷത്തിലോ അല്ലെങ്കിൽ ഒരു 15 വർഷത്തിലോ വീട് വെക്കണം അല്ലെങ്കിൽ വാങ്ങണം എന്നുള്ളൊരു പ്ലാൻ വന്നു. അപ്പോൾ ഇപ്പോൾ പൊതുവേ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്ഥലം വാങ്ങിച്ചു വെക്കുക, അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൂട്ടുക, ആ ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ട് പോയിട്ട് അവിടെ വീട് വെക്കുക അല്ലെങ്കിൽ അത് വിറ്റ് വേറെ എന്തെങ്കിലും വാങ്ങുക, അങ്ങനെയുള്ളൊരു രീതിയിലാണ് പലരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സ്ഥലം വാങ്ങുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് കുറച്ച് റിസ്ക്കുകളുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ സ്ഥലത്തിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഭൂമിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഒരു പറച്ചിലുണ്ടല്ലോ, ലാൻഡ് നെവർ ഫെയിൽസ്. അല്ല, ലാൻഡ് നെവർ ഫെയിൽസ് എന്നൊക്കെ ശരിയാണ്. ലാൻഡായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ ആ ലാൻഡിന് വില കൂടുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഡിപ്പെൻസ് ഓൺ ദ ലൊക്കേഷൻ ആൻഡ് എവറിത്തിങ് അല്ലേ. ലാൻഡിൻ്റെ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചാൽ ഞാനൊരിക്കലും ഒരു ക്ലയൻറ്റിനെ കണ്ടു, ആൾ ഒന്നും അറിയാണ്ട് പോയിട്ട് കണ്ണൂർ പറമ്പ് വാങ്ങിയിരുന്നു. ആ ടൈമിൽ അയാൾക്ക് പോലും അറിയില്ലായിരുന്നു എയർപോർട്ട് വരുന്നുള്ളത്. അവർ കഷ്ടപ്പെട്ട് ഫാമിലിയായിട്ട് എങ്ങനെയോ പറമ്പ് വാങ്ങി വെച്ചതാണ്. ഐ തിങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വെരി സ്മോൾ എമൗണ്ട്, 2 lakh അങ്ങനെ എന്തത്, 2 crore rupees they got it. That is luck. You can't compare that buying land with investment ഈ പറഞ്ഞ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ ഇതെല്ലാം കേസ് ബൈ കേസാണെന്നേ, അല്ലാതെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഈ പറഞ്ഞതാണെങ്കിലും ഇപ്പോൾ ലാൻഡ് വാങ്ങി വെക്കിയിട്ട് ചെയ്തോണം. ഈ ലാൻഡ് വാങ്ങി വെക്കുന്നത് ഏത് സ്ഥലത്താണ് വാങ്ങണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ യു ഹാവ് എ കോൺസെൻട്രേഷൻ റിസ്ക്. ഇനി അടുത്തത് ആ ലാൻഡ് വാങ്ങുന്നത് ലോൺ എടുത്താണെങ്കിൽ അതിനേക്കാളും വലിയ റിസ്ക്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്രയൊന്നും പണിപ്പെടേണ്ട കാര്യമില്ല. അതിന് പകരമായിട്ട് എത്രയാണോ നിങ്ങൾ EMI അടയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പൈസ, ആ പൈസയ്ക്ക് SIP ചേർന്നാൽ മതി. ഇഫ് യു ഹാവ് എ ടൈം ലൈക്ക് 10 years ഒക്കെ ആണെന്നുണ്ടെങ്കിൽ EMI എത്രയാണ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ EMI അടയ്ക്കാൻ 30,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത്, 30,000 രൂപയുടെ SIP ഫോർ 10 years. യു വിൽ ഗെറ്റ് എ ഫെയർലി ഡീസൻറ്റ് ഒരു 12% റിട്ടേൺ കിട്ടുകയാണെങ്കിൽ തന്നെ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഗുഡ് മണി ഈ പറയുന്ന സാധനം. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാൻ ഇന്നത്തെ സിറ്റുവേഷനിൽ വി ഹാവ് ദാറ്റ് പോസിബിലിറ്റി. ഈവൻ ഇതും നമ്മൾ പൈസ വളരുന്ന സമയത്ത് ദെൻ കംസ് എ ഡൈവേഴ്സിഫിക്കേഷൻ. ഇപ്പം നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാൽ ഇറ്റ് റീച്ച് 1 crore rupees or 2 crore rupees, 50 lakh എടുത്തിട്ട് ലാൻഡ് വാങ്ങുന്നേ. ദെൻ ബിക്കം യു ഹാവ് എ ലാൻഡ്, യു ഹാവ് equity, യു ഹാവ് ഗോൾഡ്, ദെൻ ഇറ്റ് ബിക്കം അസറ്റ് ലൊക്കേഷൻ. അല്ലെങ്കിൽ പ്രശ്നം വെച്ചാൽ ലാൻഡിൽ മാത്രം പോയി കഴിഞ്ഞാൽ യു ഹാവ് എ കോൺസെൻട്രേഷൻ റിസ്ക്, ഒന്നിൽ മാത്രമുള്ള ഒരു സിറ്റുവേഷൻ. പക്ഷേ അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സിനോടൊക്കെ വന്ന് അവർ ആദ്യം തന്നെ വന്ന് പറഞ്ഞു അടുത്ത വർഷം ലോൺ എടുത്തിട്ട് പറമ്പ് വാങ്ങാൻ പോകണമെന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്നാ പറഞ്ഞാൽ വെച്ചാൽ ഈ പറമ്പ് വാങ്ങിയിട്ട് എന്നാണ് വീട് വയ്ക്കാൻ പോകണം. ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ജർമ്മനിയിലുള്ള ആൾ 15 വർഷത്തേക്ക് വരാൻ പോകുന്നത് ആൾക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ചോദ്യം വെച്ചാൽ ഇപ്പോഴേ കാരണം അവിടെ നിന്ന് ചിലപ്പോൾ 4% ഇതിനൊക്കെ ചിലപ്പോൾ ലോൺ കിട്ടായിരിക്കും. ഇത് കൊണ്ടിട്ടാണ് ഇവർ ഇത് ചെയ്യണത്. അതിനേക്കാളും ആ 4% ലോൺ എടുത്ത് എത്ര വേണം EMI അടയ്ക്കാൻ പോകുന്നത്, ആ പൈസയ്ക്ക് SIP വരും. അടുത്ത വിഷയം പറഞ്ഞാൽ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ അവർ ചിലപ്പോൾ ഈ പറഞ്ഞ ഇൻറ്റീരിയർ പാർട്ട് ഓഫ് കോട്ടയത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ വന്നിട്ട് താമസിക്കാൻ പോണില്ല. ഈ പറഞ്ഞതൊക്കെ നല്ല EMI ആയിരിക്കും അടയ്ക്കണത്. കാരണം ആ EMI എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 ലക്ഷം 1 ലക്ഷം ഒക്കെ ആയിരിക്കും. ആ പൈസ SIP ചേർന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു 5 കൊല്ലം കഴിയുമ്പോഴേക്കും നല്ല പൈസയായി. ആ പൈസയുടെ പകുതി പൈസ എടുത്ത് ലാൻഡ് വാങ്ങുന്നേ. I have seen it. People are doing it.
ആൻഡ് ഐ ഫീൽ ദാറ്റ് അവരുടെ മനസ്സമാനം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ മിസ്ലീഡ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ളൊരു സംഭവം ഇപ്പം നമ്മൾ പറഞ്ഞതിൽ ഈ ലാൻഡ് വാങ്ങിക്കുന്നതിന് പകരം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. എല്ലാവർക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റ് അറിയാം. അപ്പം മിക്കവാറും ചിലപ്പം ഓക്കെ ഈ പൈസ ലാൻഡ് വാങ്ങുന്നതിന് പകരം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ചിലപ്പോൾ രക്ഷപ്പെടാം എന്നുള്ളൊരിതുണ്ടാവും. അങ്ങനെ ഈ അഡ്വൈസ് തിരക്കി മിക്കവാറും ഇൻ്റർനെറ്റിലായിരിക്കും ആദ്യം പോവുക. അവിടെ സംഭവിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സ്കാമുകളിൽ പെട്ടുപോകാറുണ്ട് മിക്കവാറും ആൾക്കാർ. ഇതുപോലെ അഡ്വൈസ് കൊടുക്കുന്ന ഈ സ്റ്റോക്ക് വാങ്ങുക, ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത്ര ഗ്രോത്ത് ഉണ്ടാകും എന്നൊക്കെ ഉള്ളത്. ഇപ്പം ഞാനൊരു അഡ്വൈസ് കൊടുക്കുകയാണ്, അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട്, ഇതെനിക്ക് വിൽക്കണം. അപ്പോൾ എനിക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉണ്ട്. ഞാനൊരു അഡ്വൈസ് കൊടുക്കുകയാണ്, ഈ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങുമോ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്, ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഇത്ര പെർസെൻറ്റേജിൽ ഇത്ര ആയിട്ടുണ്ട് എന്നൊക്കെ വെച്ചിട്ട് ഞാൻ, അപ്പോൾ ആൾക്കാർ വാങ്ങാൻ റെഡിയാണ്, ഞാൻ വിൽക്കുന്നു, എനിക്ക് ആ ബയേഴ്സ് ഇഷ്ടം പോലെ വരുന്നു, ആൾ വാങ്ങുന്നു, ഞാൻ പൈസ ഉണ്ടാക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പഠിച്ചു വേണം ചെയ്യാനെന്ന് ഉള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. പക്ഷേ SIP ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സേഫാണ് നമ്മൾ. അല്ല, SIP സേഫ് എന്ന് പറഞ്ഞാൽ ഇത് ആവറേജ് ചെയ്യണമെന്നുള്ളൂ. കാരണം നമ്മൾ ബൈ പീരിയോഡിക്കലി അതും ചീത്ത സെറ്റായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതും റിസ്ക്കാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ സ്റ്റോക്കാണ് SIP ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ റിസ്ക്. നിങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നതിന് പകരം പീരിയോഡിക്കലി കൊടുത്ത് റിസ്ക് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം സോ ഇറ്റ്സ് ഓൾ അബൌട്ട് വാട്ട് അസറ്റ് യു ആർ ബൈയിങ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞ അപ്പോൾ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈവൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴും എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നത്തിങ് കംസ് ഫ്രീ. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു വിഷയം പറഞ്ഞാൽ അപ്പോൾ ആളുകൾ ഇതെല്ലാം അവയർനെസ് കൊടുക്കാന്നേ ഉള്ളൂ. സോ ഞാനെപ്പോഴും എനിക്ക് എപ്പോഴും ചിലയിടം എനിക്ക് പേടിയാണ് ഇതൊക്കെ ഒന്ന് പറയാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് മിസ്ലീഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പേരിൽ ചില ആൾക്കാരൊക്കെ ചെയ്തു വെച്ചേക്കണത് വേറെ വിധത്തിലായിരിക്കും. ആൻഡ് ഇപ്പോൾ ടിപ്പ് കൊടുക്കണത്, സ്റ്റോക്ക് ടിപ്പ് കൊടുക്കണത്, ഇതിന് നമ്മൾ ഇത്രയും നോക്കിയാൽ മതി ആ പറയുന്ന ആളുടെ മോട്ടീവ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ആളുടെ മോട്ടീവ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി ക്ലിയർ. ഒന്നില്ലെങ്കിൽ എനിക്കൊരു ട്രെയിനിങ് ഉണ്ട്, അപ്പോൾ എനിക്ക് എൻ്റെ കോഴ്സ് വിൽക്കണം, അതാണ് നമ്മൾ പഠിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അതിനർത്ഥം പഠിക്കണമെന്ന് ഞാനിവിടെ ഉണ്ട്. ഇനി എന്നെ പോലത്തെ ആൾക്കാർ പറഞ്ഞാൽ ഐ എം റണ്ണിങ് എ ബ്രോക്കിംഗ് ഫേം. അപ്പോൾ എൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈക്ക് ഐ വിൽ ബി എഡ്യൂക്കേറ്റിംഗ് എവരി വൺ, ബട്ട് ദ ഹോൾ പോയിന്റ് ഈസ് ദറ്റ് ആം ഐ മേക്കിംഗ് സെൻസ് ടു യു? അങ്ങനെ വൈ ഡോണ്ട് യു ഓപ്പൺ അക്കൗണ്ട് വിത്ത് ഡു ദ ബിസിനസ് വിത്ത് അസ്? ദാറ്റ് ഇറ്റ്സ് എ വെരി ക്ലിയർ. എനിക്കിതിനേക്കാൾ ഓണസ്റ്റ് ആവണ്ട. ഐ എം നോട്ട് ഹൈഡിങ് എനിത്തിങ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരു ടൈപ്പാണ്. അപ്പോൾ ആസ് എ ലിസണർ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡു ഐ നീഡ് ടു ഗോ ടു എ ട്രെയിനർ ആൻഡ് let me learn that business and do myself, or this guy is talking sense, can I invest with him and do that? ഇനി അടുത്ത ആൾക്കാർ ഇപ്പോൾ ഇവർ പറഞ്ഞതെല്ലാം കേട്ടിട്ട് നമ്മൾ പറയും ഞാൻ എല്ലായിടത്തും കാത് ഓർത്തിട്ട് ഞാൻ ചെയ്യാന്നുള്ളത്. അതിൽ എനിക്കറിയില്ല am I really good to do that? അപ്പോൾ anything we are getting free, it may not be a right. ഈ കൊച്ചി ചിറ്റലപ്പള്ളി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ കുറച്ച് നാൾ പഴയതാണ്. പുള്ളിയുടെ കമ്പനി ലിസ്റ്റഡ് ആണ് V-Guardൻ്റെ. അപ്പം ആരോഗ്യം ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചത്, അപ്പം സാറിന് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള, അതായത് ബിസിനസ്സുകാരനല്ലേ, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുന്നതും ബിസിനസ്സിനെ പറ്റി പഠിക്കുന്നതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ചെയ്യാറുന്നു, എനിക്കതിൻ്റെ ആവശ്യമില്ല, കാര്യം ഞാൻ അതിൽ എക്സ്പേർട്ട് അല്ലേ, അറിയാവുന്നവർ ചെയ്യട്ടെ, അവർക്ക് കൊടുക്കുക, അവർ ചെയ്യും, നമ്മൾ നമ്മുടെ പണി ചെയ്തപ്പോരെ. അല്ല ആളുടെ ഒരു കാര്യം പറഞ്ഞാൽ ദർ ഇസ് ആളുകളെല്ലാവരും കൺഫ്യൂസ്ഡ് ആണ് ഇതിൽ. സത്യം പറഞ്ഞാൽ കൊച്ചു ബിസിനസ് സാറ് കാശുണ്ടാക്കിയത് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ, നോ ഡൗട്ട്. കാരണം ആള് വാങ്ങിയത് കോൺസെൻട്രേറ്റഡ് ആണ്, 2 കമ്പനി. ഹി ക്രിയേറ്റഡ് ഇറ്റ്, ഹി പുട്ട് ഇറ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ഫ്രം ദർ ഹി ഗോട്ട് മണി. ആൻഡ് 3ാമത് കമ്പനി വരുന്നുണ്ട്. ഇപ്പോൾ പത്രത്തിലൊക്കെ വന്നതാ. സോ ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഈസ് കമ്മിങ് ടു വിഗൽ ആൻഡ് ഹോംസിൻ്റെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കാര്യം വെച്ചാൽ ഇനി മാർക്കറ്റാണ് ഡിസൈഡ് ചെയ്തത് വാട്ട് ഈസ് എ പ്രൈസ് എന്നുള്ളത്. ആൻഡ് ദാറ്റ് വിൽ ഗിവ് ഹിം വെൽത്ത് ക്രിയേഷൻ. അപ്പോൾ നമ്മൾ V-Guardൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും V-Guardൻ്റെ ഷെയർ വാങ്ങുന്നുണ്ട്, നമ്മൾ വിൽക്കുന്നുണ്ട്. ഇദ്ദേഹം സാധനം വിറ്റിട്ടില്ല, ഹോൾഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് പൈസ ഉണ്ടാവുന്നു. ആൻഡ് ഹീ ഈസ് വെരി ക്ലിയർ. ആൻഡ് ദീസ് ആർ ദ പീപ്പിൾ, ദേ ഇൻവെസ്റ്റ് ഇൻ എ ബിസിനസ്, ദേ ആർ നോട്ട് ഇൻ ടു ട്രേഡിംഗ് ബിസിനസ് ഓർ ദേ ആർ നോട്ട് ഇൻവെസ്റ്റിംഗ് ഓർ എനിത്തിങ്. സോ ദേ ആർ ടേക്കിംഗ് ദാറ്റ് റിസ്ക്, ദാറ്റ് ഈസ് ദെയർ ബേബി. അപ്പോൾ അതിലെത്രയാണോ വെൽത്ത് അക്യുമുലേഷൻ, അവർ അതിനെ പറ്റി ചില ബോധം ഉണ്ടാവില്ല. അവർക്കുള്ള ബോധറേഷൻ വെച്ചാൽ ഇതിന് എത്ര ഡിവിഡൻഡ് എനിക്ക് എടുക്കാമെന്നായിരിക്കും. ബിക്കോസ് ദേ ആർ ഹാവിങ് ഹാഫ് ഓഫ് ദ കമ്പനി.
അതിൽ നിന്ന് ഇപ്പോൾ 100 കോടി രൂപ ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും 50 കോടി ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലാണ്. സോ ദേ ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ക്രിയേറ്റിംഗ് ദ ദർ. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ നാഷണൽ ലീഡേഴ്സൊക്കെ വറി അവിടെ ഇപ്പോഴത്തെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ എടുത്തിരിക്കുന്നത് എല്ലാ ബിസിനസ് ഫാമിലിയുടെ സെക്കൻഡ് ജനറേഷൻ എടുത്തിരിക്കുന്നത് വലിയ കാശാണ്. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി പണി നിർക്കണ്ട, നേരെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവരുടെ വിഷയം പറഞ്ഞാൽ ഈ ബ്രെയിനി ആയിട്ടുള്ള ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പണി അറിയാവുന്ന ആളുകൾ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാൽ ഹൂ വിൽ റൺ ദ ബിസിനസ്? ദാറ്റ് ഈസ് എ ബിഗർ പ്രോബ്ലം. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത ബുദ്ധിമാന്മാർ വന്ന് റൺ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലയൻസ് ഫാമിലി, ഞാൻ ചിലപ്പോൾ ഇത് സബ്ജക്റ്റ് വിട്ടു പോകുന്നുണ്ടാവും, പക്ഷേ ഐ ജസ്റ്റ് ടെൽ ദാറ്റ് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ഹിയർ. ഇപ്പോൾ മുകേഷ് അംബാനി ഇത്ര കാശുണ്ടാക്കി റിലയൻസ്. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് അവരുടെ 3 മക്കൾ ഇതിൽ തൊടുന്നില്ല. ദേ ആർ ഓൺലി തിങ്കിങ് ദാറ്റ് ഓക്കെ ഞാൻ അടുത്ത കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തോളാം പറഞ്ഞ് ഫാമിലി ഓഫീസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബിഗ് ലോസ് ഫോർ ദ നാഷൻ. ഈ പറഞ്ഞ സാധനം കാരണം റിലയൻസിനെ ഇനി അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ട് മച്ച് മോർ ഈസിയർ 0 സ്റ്റാർട്ട് ചെയ്യണേക്കാളും. അപ്പോൾ അത് ഇനി അടുത്തൊരു ഇന്ത്യ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ചാണ്. എത്ര വലിയ കമ്പനികളുടെ സെക്കൻഡ് ജനറേഷൻ ഈസ് റെഡി ടു ടേക്ക് ഓവർ ദാറ്റ്, അതോ ദേ വാണ്ട് ടു ജസ്റ്റ് റൺ ദ ഫാമിലി ബിസിനസ്. ഇനിയും ശരിയാണ്, പുതിയ സ്റ്റാർട്ടപ്പുകൾ ഇതെല്ലാം വന്ന് ഫ്ലറിഷ് ചെയ്തോളും. പക്ഷേ അവർക്ക് അടുത്ത റിലയൻസ് ആയിട്ട് ഫ്ലറിഷ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അല്ലെങ്കിൽ അടുത്ത അദാനിയായിട്ട്, അടുത്ത ഹിന്ദുജ ഗ്രൂപ്പായിട്ട്, അടുത്ത JSW ആയിട്ട്. സോ ദെയർ സെക്കൻഡ് ജനറേഷൻ ഹാസ് ടു ഈവൻ വി-ഗാർഡിൻ്റെ തന്നെയാണെന്നുണ്ടെങ്കിൽ ദറ്റ് സെക്കൻഡ് ജനറേഷൻ ഹാസ് ടു റിയലി ടേക്ക് ഇറ്റ് ഫോർവേഡ് ആൻഡ് തേർഡ് ജനറേഷൻ ഹാസ് ടു റിയലി ടേക്ക് ഇറ്റ് ഫോർവേഡ്. അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇനി അടുത്ത വി-ഗാർഡ് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഇത് പറഞ്ഞു. അപ്പോൾ ആ ജനറേഷന് ആ പണിയെടുക്കാനുള്ള കിക്ക് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് കിക്ക്. ഇറ്റ്സ് നോട്ട് സ്റ്റോക്ക് മാർക്കറ്റ് കിക്ക്. ഈ പറഞ്ഞ സാധനം. അപ്പോൾ ആ ഒരു ആവശ്യവും ഇതിലുണ്ട്. മുമ്പേ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, കണ്ണൂർ എയർപോർട്ടിൽ സ്ഥലം വാങ്ങിച്ച് ലക്കിന് ഒരുപാട് പൈസ ഉണ്ടാക്കിയത്. അപ്പം ഈ മലയാളികൾക്ക് വേറെ സ്വഭാവമുണ്ട്, അവർക്ക് ഈ ലക്ക് പരീക്ഷിച്ച് ലോട്ടറി എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ വളരെ കുറച്ചൊരു 50 രൂപ 100 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു 100 കോടി 50 കോടിയൊക്കെ അടിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ അടിക്കും എന്ന ഉറപ്പോടെയാണ് എല്ലാവരും എടുക്കുന്നത്. പല ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ഞാൻ ഒരു ബിസിനസ്സുകാരനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞ് ലോട്ടറി എന്ന് പറഞ്ഞാൽ ചെയ്യാനേ പാടില്ല, അതേ ബാൻ ചെയ്യണം, ക്രൈമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ഞാനൊരു പൊളിറ്റീഷ്യനോട് സംസാരിച്ചു. അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദാറ്റ് ലാക്സ് ഓഫ് പീപ്പിൾ ആർ ഗെറ്റിംഗ് എൻ സോഴ്സ് ഓഫ് ഇൻകം ലോട്ടറി വിറ്റു ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വേറൊരു ലോട്ടറി വാങ്ങുന്ന ആൾക്കാർ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഇത്തിരി സർക്കാസ് ഒരിക്കും പറയണത്, പക്ഷേ ചാരിറ്റിയെക്കാട്ടിൽ അവരുടെ ഉദ്ദേശം എന്തെങ്കിലും ആ ഉദ്ദേശം എന്തെങ്കിലും ആവട്ടെ. ഇതാരും ചാരിറ്റി ചെയ്യണത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, PR, എവറിത്തിങ് ഇസ് ദെയർ. അപ്പോൾ ഇതിലുള്ള കാര്യം പറഞ്ഞാൽ അതൊരു എനിക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ നോട്ട് ഫോർ ഇറ്റ്, ടോട്ടലി അഗെയിൻസ്റ്റ്. ഞാൻ കാലത്ത് നടക്കാനൊക്കെ പോകുമ്പോൾ കാലത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെന്ന് വെച്ചാൽ പാലിൻ്റെ കട തുടക്കുന്നതോടൊപ്പം തന്നെ ലോട്ടറി കടയും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ 6 മണി തുടങ്ങിയിട്ട് ലോട്ടറി ഷോപ്പ് അവൈലബിൾ ആണ്. കാരണം അത്രയും നേരത്തെ തുടങ്ങിയിട്ട് ആളുകൾ വാങ്ങാൻ റെഡിയാണ്. അപ്പോൾ ഒരാൾ ഇങ്ങനെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ബീഡിയും വലിച്ചിട്ട് ലോട്ടറി എടുത്തിട്ട് കളയുക. അപ്പം ഞാൻ ലോട്ടറി എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ആ ലോട്ടറി തന്നെ 500 രൂപയുണ്ട്. 500 ലോട്ടറി പുള്ളി റോട്ടി കളഞ്ഞു. നമ്മൾ 500 രൂപ എടുത്തിട്ട് കളയോ? ഇന്നലെ വരെ ആ ലോട്ടറി ടിക്കറ്റ് 500 രൂപ ആയിരുന്നു. ഇന്നാണ് നമുക്ക് 500 രൂപ എടുത്തിട്ട് കളയാൻ പറ്റുമോ? അപ്പോൾ 500 എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലോട്ടറി ടിക്കറ്റ് നമ്മൾ ചിലപ്പോൾ ചവിട്ടി നടക്കണ്ടാവും സാധാരണക്കാർ. 500 രൂപ എടുക്കണമെങ്കിൽ നമ്മൾ ചവിട്ടി എടുക്കുമോ? കാരണം 500 രൂപ ഇസ് ഈക്വൽ ടു ലക്ഷ്മി, ദേവിയാണത്, ചവിട്ടി എടുക്കില്ല. അപ്പോൾ ഫിലോസഫിയൊക്കെ വിട്ടേക്ക്, അവനവന് കാശുണ്ടാക്കാനാണെങ്കിൽ ലോട്ടറി ചെയ്യല്ലേ. ആ ലോട്ടറി സ്ഥിരമായിട്ട് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ മിക്കവാറും 100 രൂപ ചിലവ് ഉണ്ടാവും ഡെയിലി, 30 ദിവസം. അത്രേ 3000 രൂപ. ഈ 3000 രൂപയ്ക്ക് SIP വരും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 30 വർഷം കൊണ്ട്
കോടീശ്വരനാവും. പക്ഷേ ഈ 30 വർഷം സ്ഥിരമായിട്ട് ലോട്ടറി എടുത്തെന്ന് വെച്ചിട്ട് ഒരു ഗ്യാരണ്ടി ഇല്ല കോടീശ്വരനാവും എന്നുള്ളത്. ഇനി എന്നോട് പറയരുത് 30 വർഷം കഴിഞ്ഞ് അന്നത്തെ 1 കോടിക്ക് ഒരു വിലയില്ല എന്നുള്ളത്. ഇൻഫ്ലേഷനൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഈ 100 രൂപ വെച്ച് ഇന്ന് ചെയ്യണവന് അടുത്ത വർഷം ചിലപ്പോൾ 110 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും. ആ സാധനം ഒരു 3300 രൂപയായിട്ട് കൂട്ടി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഈവൻ ഇമാജിൻ ഹൗ മച്ച് യു വിൽ റീച്ച്. ടാക്സ് ഫ്രീ ആയിട്ടുള്ള എമൗണ്ട് കൂടെ ആയിരിക്കില്ല. ഇവൻ ലോട്ടറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോട്ടറി അടിച്ച് 1 കോടി എടുത്താൽ അതിന് ടാക്സും കൊടുക്കണം. അപ്പോൾ യു ആർ ഡൂയിങ് എ ബിഗ് ഫേവർ ടു ഗവൺമെൻറ് പീപ്പിൾ ഹു ആർ വർക്കിംഗ്. അപ്പോൾ ആ ചാരിറ്റി പ്രവർത്തനത്തിൽ ഏർപ്പെട്ടെങ്കിൽ ലോട്ടറി യു ഷുഡ് ടേക്ക് ഇറ്റ്. പക്ഷേ നിങ്ങൾക്ക് കാശുണ്ടാക്കാനാണെങ്കിൽ ലോട്ടറി എടുക്കരുത്. അതെ, ലോട്ടറി അടിച്ചിട്ട് ജീവിതം നന്നായി ആരും ഇതുവരെ നമുക്ക് അറിയത്തില്ല അങ്ങനെ. പക്ഷേ ഞാനിപ്പോൾ അടുത്ത് കുറച്ച് പേരെ കണ്ടിരുന്നു വളരെ കുറച്ച് പേര്. വെരി റെസ്പെക്ട്ഫുള്ളി വി ക്യാൻ വാച്ച് വെരി ലെസ് പീപ്പിൾ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇപ്പം എനിക്ക് ചില ടൈമിലൊക്കെ ഓഫീസിൽ കോൾ വരും. ഇപ്പോൾ ഞങ്ങൾ ദുബായിൽ കുറച്ച് പൈസ വരണം, ആ പൈസ ഇങ്ങോട്ട് എങ്ങനെ കൊണ്ടുവരുന്ന വെച്ചിട്ട് അപ്പോൾ അവർ ഭയങ്കരമായിട്ട് പറഞ്ഞു എനിക്ക് നിഖിലിനോട് സംസാരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഫൈനലി ഞാൻ സംസാരിക്കാനായിട്ടുള്ള ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ വിഷയം വെച്ചാൽ ദുബായിൽ ഇങ്ങനെ ടിക്കറ്റ് എടുക്കണ പരിപാടിയുണ്ട്, ലോട്ടറി എടുക്കണ പരിപാടി, ബിഗ് അത് ഇവർ 10 പേര് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് സ്ഥിരമായിട്ട് എടുക്കാറുണ്ട് അത്രേ. അപ്പോൾ അതെങ്ങാൻ അടിച്ചു കഴിഞ്ഞാൽ ആ പൈസ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ളതാ ചോദ്യം. അടിച്ചിട്ടില്ല. അടിച്ചാൽ അപ്പോൾ അവർ എല്ലാ മാസവും ദേ ആർ ബൈങ് ഇറ്റ് ഈ പറഞ്ഞ സാധനം. അതുപോലെ തന്നെ ഞാൻ ഈ സർക്കാർ ഓഫീസിലൊക്കെ ചില ടൈമിൽ, ഞാൻ പേര് പറഞ്ഞില്ല, ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ ചെന്ന ടൈമിൽ ഒരു സ്ഥലത്ത് അവർ ഒരു ഗ്യാങ് ഉണ്ട് അത്രേ. ഇവരെ കൂടിയിട്ട് ഡെയിലിയോ മാസത്തിലോ 30,000 രൂപയ്ക്ക് ലോട്ടറി എടുക്കുന്നുണ്ട്. എൻ്റെ 30,000 രൂപയ്ക്ക് മാസത്തിൽ വാങ്ങിയിട്ട് അവർ പറഞ്ഞ വെച്ചാൽ അടിക്കണമെന്ന് തോന്നി ഇടയ്ക്കിടയ്ക്ക് അടിക്കണമെങ്കിൽ ചെറിയ പൈസയൊക്കെ. അപ്പോൾ എൻ്റെ ചോദ്യം വെച്ചാൽ, പക്ഷേ ഈ കോൺട്രിബ്യൂട്ട് ചെയ്യണ എല്ലാവരും എത്ര രൂപ ഉണ്ടാക്കി അതിനുത്തരവില്ല. സോ എൻ്റെ ചോദിച്ചാൽ 30,000 ഇട്ടിട്ട് ഐഡിയലി ശരിക്കും 30,000 കുറേ നാളായിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇട്ട ക്യാപിറ്റലേക്കാളും കൂടെ ഉണ്ടാവണമല്ലോ. അത് ചോദിച്ചപ്പില്ല, പക്ഷെ അടിക്കുന്നുണ്ട്. സോ അതൊരു സന്തോഷം, അടിക്കുമ്പോൾ ഒരു സന്തോഷം. എൻ്റെ വായന ഉത്തരം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. സോ പക്ഷേ ലോട്ടറി ഐ ഡോണ്ട് തിങ്ക് എനിക്ക് ഈ ലോട്ടറിയേക്കാളും വലിയ ലോട്ടറി എനിക്ക് വേറെ പറയാനുള്ളത് ലോട്ടറിയാണ്. കാരണം വെച്ചാൽ ഡോണ്ട് ഗെറ്റ് ഫ്രീ മണി. വേർത്തിട്ട് പൈസ ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോൾ ബുദ്ധിപരമായിട്ട് വേർത്തിട്ടായിരിക്കും കാശ് ഉണ്ടാക്കണേ. ബട്ട് യു ഷുഡ് മേക്ക് മണി വിത്ത് ലോഡ് ഓഫ് എഫേർട്ട് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ പ്രശ്നമാവും. അത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പ്ലേ എ ബിഗ് റോൾ. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലൊക്കെ നമ്മുടെ പേരൻസിനൊക്കെ ചിലപ്പോൾ അത്യാവശ്യം ഒരു 10 കോടി ആസ്തി ഉണ്ടാവും, പറമ്പും ഇതൊക്കെ ആയിട്ട്. ആ ടൈമിൽ പേരൻസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 10 കോടിയൊക്കെ നമുക്ക് കിട്ടുന്ന ടൈമിൽ അത് മാനേജ് ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ നമുക്കില്ലെങ്കിൽ ആ പൈസ ലോട്ടറി മാറും, അത് നമ്മൾ നശിപ്പിക്കും. അപ്പോൾ പേരൻസിനുള്ള ഏറ്റവും വലിയ കാര്യം വെച്ചാൽ മക്കൾക്ക് നമ്മുടെ ഉണ്ടാവുന്ന സ്വത്ത് ലോട്ടറി ആയിട്ട് കൊടുക്കല്ലേ, അതൊന്ന് പണി ഇടിപ്പിച്ചിട്ട് കൊടുക്കുക. അല്ലേ എൻ്റെ പേടി ആ ലോട്ടറിയില്ല, ഈ ലോട്ടറി നമ്മൾ ബോധമല്ല. കേരളത്തിൽ ലോകത്ത് എല്ലായിടത്തും ഒരു ലോട്ടറി വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ ലോട്ടറി ഫാമിലി സ്വത്താണ്. ആ ഫാമിലി സ്വത്ത് അടുത്ത ജനറേഷൻ കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി വെരി കെയർഫുൾ. കൃത്യമായിട്ട് ദേ ഷുഡ് ഹാവ് എ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ അറിഞ്ഞിരിക്കണം പൈസ ഉണ്ടാക്കണതിൻ്റെ പെയിൻ ആൻഡ് പ്ലഷർ. പിള്ളേരുടെ മുന്നിൽ പൈസ ഉപയോഗിക്കുന്നത് വളരെ റെസ്പെക്ട്ഫുള്ളി ആയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഡയലോഗുകളടക്കം സൂക്ഷിച്ചായിരിക്കണം. എസ്പെഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ഹാവ് അലൈൻമെൻറ്റ്, മണി എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ദേ ഷുഡ് ഹാവ് എ ഡിസഗ്രിമെൻറ്റ്, എസ്പെഷ്യലി ഇൻ ഫ്രണ്ട് ഓഫ് ചിൽഡ്രൻ. ഇപ്പോൾ ഒരാൾ മാത്രം പൈസ മാനേജ് ചെയ്യരുത്. ഇറ്റ് ഷുഡ് ബി എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഒരാൾ ആബ്സെൻസിൽ മറ്റാൾ ഡബിൾ സ്ട്രോങ് ആയിരിക്കണം മാനേജ് ചെയ്യാനായിട്ട്. ഇത് കുട്ടികളും കാണണം, പഠിക്കണം. ആൻഡ് വീട്ടിൽ കുട്ടികളുടെ അടുത്ത് ജെൻഡർ ഡിഫറൻസ് പാടില്ല. വീട്ടിൽ അച്ഛൻ മാത്രം പൈസ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ പെൺകുട്ടികൾ വളരെതന്നെയാണ് ഈ പെൺകുട്ടി വിചാരിച്ച് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് മാനേജ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കണം നീ അടിമയാവണമെന്ന്. പറയാതെ പഠിപ്പിച്ചു. നമ്മൾ രാജകുമാരിയായിട്ട് കുട്ടീനെ വളർത്തുകയാണ്, പക്ഷെ കുട്ടീനെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അടിമയാവാനായിട്ടാണ്. ഞാൻ ഇത്ര സ്ട്രോങ് വാക്ക് ഉപയോഗിക്കണമെന്നുള്ളൂ, പക്ഷേ ഇത്രയും സ്ട്രോങ് അല്ല. ബട്ട് യു ഷുഡ് ഡു ദാറ്റ്. ഇപ്പം ഈവൻ നമ്മൾ ഭാര്യമാരെ ഹാൻഡിൽ ചെയ്യണ രീതിയിലാണെങ്കിലും ഭാര്യമാർ ഇസ് അവർ ഈക്വൽ പാർട്ട്ണർ. ആ റെസ്പെക്റ്റ് കൊടുക്കേണ്ടത് എസ്പെഷ്യലി പെൺമക്കളുണ്ടെങ്കിൽ ഭയങ്കര സൂക്ഷിച്ച് ചെയ്യണം. കാരണം നമ്മൾ പൈസയൊക്കെ ഫുൾ പേടിപ്പിച്ച് കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയുടെ വിചാരത്തിൽ ഞാനും അങ്ങനെ ആവേണ്ടതാണ് എന്ന് കുട്ടി അറിയാതെ പഠിക്കണം.
കാരണം ഞാൻ വളരുന്നത് എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ മോളായിട്ടായിരിക്കും വളരാൻ പോണത്. കാരണം ഇത് പിള്ളേർ പഠിക്കുന്നേ നമ്മൾ പറഞ്ഞില്ലെങ്കിലും. നമ്മളെങ്ങനെ നമ്മുടെ വൈഫിനെ ട്രീറ്റ് ചെയ്യുന്നു, ദാറ്റ് വിൽ ബി അവർ ഡോട്ടർ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ പൈസ കാര്യങ്ങളെല്ലാവരും ഇവരെ പഠിപ്പിക്കും. ഈ ലോട്ടറി മറിയരുത്. കാരണം ഇപ്പോൾ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് അറിയാം ഒരു കാര്യം ചോദിക്കുന്നത്. പെൺകുട്ടിയാണ്, നമ്മളൊരു സ്വത്ത് ഒരു 20 കോടി ഉണ്ടെന്ന് വിചാരിക്കും. ഈ സാധനം നമ്മൾ കുട്ടിക്ക് കൊടുത്തു. കുട്ടി ഫസ്റ്റ് തന്നെ പറഞ്ഞു വെച്ചാൽ ചേട്ടൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് എൻ്റെ കൂടെ കൊടുത്തിട്ട്. ഇത് പെൺകുട്ടികളാണ് നിങ്ങൾ വല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ കുട്ടിക്ക് കഴിയണം. പിന്നെ ഈ ചില പെൺകുട്ടികൾക്ക് ഒരു വിഷയമുണ്ട്. അവിടെ ചെന്നിട്ട് ചിലപ്പോൾ ഇനീഷ്യൽ ടൈമിൽ ജോലി ഉണ്ടാവില്ല. ആ ടൈമിൽ ഒരു വീട് വാങ്ങണം. അപ്പോൾ വീട്ടിൽ ഒരു അധികാരം കിട്ടാൻ വേണ്ടി ഹസ്ബൻഡ് മൊത്തം എഴുതി കൊടുക്കും. അതൊക്കെ ആ ടൈമിൽ സ്നേഹത്തിൻ്റെയും ഇതിൻ്റെ പേരിൽ കാണിക്കുന്നതാണ്. സ്റ്റുപ്പിഡിറ്റി. ഇവിടേക്കാണ് മണി എഡ്യൂക്കേഷൻ വേണ്ടത്. ചില ടൈമിലൊക്കെ ആൾക്കാർ പറയും നമുക്ക് ഇതെല്ലാവരും സ്വന്തമായിട്ട് ചെയ്യാമെന്ന് പറയും. ഈ ടൈമിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷനും ഇപ്പോൾ കൺസൾട്ടൻസിൻ്റെ ആവശ്യമുള്ളത്. കാരണം വെച്ചാൽ ആ പെൺകുട്ടിക്ക് അറ്റ്ലീസ്റ്റ് ഒരു അഡ്വൈസറിനെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മച്ച് ബെറ്റർ ദാൻ മാനേജിങ് ഹസ്ബൻഡ്. കാരണം ഈ കിട്ടുന്ന മൊത്തം പൈസ ഹസ്ബൻഡിനെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് നാളെ ഡിവോഴ്സ് ആവുന്ന ടൈമിൽ ഹസ്ബൻഡ് മൊത്തം അടിച്ച് മാറ്റണോ, അതോ സ്വന്തം പേരിൽ നിന്നിട്ടൊരു ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് കമ്മീഷൻ വേണമെങ്കിൽ 1% കൊടുത്തോ, സ്റ്റിൽ ബെറ്റർ. 10 കോടി ഒപ്പം 1 കോടി രൂപ, അതിൻ്റെ 1% 1 ലക്ഷം രൂപ, അത് പോണേക്കാളും എൻ്റെ പ്രാണചേട്ടനായ ഹസ്ബൻഡിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? Which one is danger? We have seen that. It's very shocking. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ് പറയാൻ പറ്റുമോ? Take it as a stories, okay? I don't want to bring some of the story from my clients because they tell it with a lot of it's a very precious thing to them, right? ചില ടൈമിലൊക്കെ നമ്മൾ ഒരു കല്യാണം കഴിച്ചിട്ട് അവർക്ക് കുറേ കടമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വീട്ടിൽ കൊടുക്കും. ഇതങ്ങനെ വീട്ടിൽ കൊടുക്കുമ്പോഴേക്കും ഉള്ള ഇവരുടെ വിചാരം എന്ന് വെച്ചാൽ ഞാൻ ഇയാളുടെ ഭാര്യയല്ലേ, എനിക്ക് ഒന്നും കൂടിയും നന്നായിട്ട് ജീവിക്കണം, ഇയാളുടെ അടുത്ത് കുറേ കാശുണ്ടെന്ന് ഒരു തോന്നൽ വരും. അപ്പോൾ ദേ വിൽ ഷോ ദെയർ റിയൽ കളർ. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. ആൻഡ് പെൺകുട്ടികളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആളുകൾ സാലറി കിട്ടുന്ന മൊത്തം കൊണ്ടിട്ട് ഹസ്ബൻഡേ കൊടുക്കും. എന്നിട്ട് ഇവർ വീടും കാര്യങ്ങളെല്ലാം വാങ്ങും, എല്ലാം ഹസ്ബൻഡിൻ്റെ പേരിൽ. ഡിവോഴ്സ് ആവണമെങ്കിൽ 10 പൈസ സാധനം കൂടി കിട്ടില്ല. എന്നിട്ട് ഇവർ മറ്റേ ഡിവോഴ്സ് ആവണമെങ്കിൽ ഒരു പൈസ കിട്ടില്ല, അതിന് വേണ്ടിയിട്ട് ബെഗ് ചെയ്യണ ഒരു അവസ്ഥ വരും. ഇവർ കൊടുത്തേക്കുന്ന പൈസ ചിലപ്പോൾ ബാങ്കിൽ ഇതായിരിക്കില്ല, ഇവർ കൊടുത്തേക്കുന്നത് മൊത്തം ചിലപ്പോൾ ക്യാഷായിട്ടായിരിക്കും കൊടുത്തേക്കുന്നത്. ഇനി അതും വേണ്ട, ചിലപ്പോൾ വൈഫിൻ്റെ പൈസയിൽ മൊത്തം ഇവർ ജീവിക്കും, ഹസ്ബൻഡിൻ്റെ പൈസ മൊത്തത്തിൽ സേവ് ചെയ്യും. അപ്പോൾ നോ മണി ഈസ് ട്രാൻസ്ഫർ ടു ഹിം, സോ ലീഗലി യു കാൻ ഷോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഫുള്ളി ഇറങ്ങിപ്പോകേണ്ടി വരും പൈസ ഇല്ലാണ്ട്. ഇനി ചില ടൈമിൽ കുട്ടികൾക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇസ് ദാറ്റ് ദേ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദാറ്റ് മണി. കുട്ടികളൊക്കെ നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ കുട്ടിയുടെ വിഷയം പറഞ്ഞാൽ കുട്ടി ആകെ കണ്ടേക്കുന്നത് നല്ല ഫാമിലിയിൽ നിന്ന് ഇവർ ബിസിനസ്സുകാരാണ്. അപ്പോൾ ബിസിനസ് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് വെച്ചിട്ട് ഇവരെ പഠിപ്പിക്കും. ഈ കുട്ടിക്ക് ശമ്പളം കിട്ടുന്നത് ഒരു ബാംഗ്ലൂർ ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം. അപ്പോൾ ഈ പയ്യന് ഏറ്റവും കൂടുതൽ തിങ്ക് ചെയ്യാവുന്നത് 36 ലക്ഷം രൂപയാണ് അയാളുടെ ആനുവൽ CTC. ഇതിനേക്കാളും കൂടി തിങ്ക് ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല. ആ സമയത്താണ് അച്ഛൻ്റെ അടുത്തിരിക്കണ ഒരു 5 പ്രോപ്പർട്ടി ഇയാളുടെ പേര് എഴുതി കൊടുക്കണം. ഇതെങ്ങനെ റെൻറ്റ് വാങ്ങണമെന്നോ, എങ്ങനെ മാനേജ് ചെയ്യണമെന്നോ, എങ്ങനെ ടാക്സ് കൊടുക്കണമെന്നോ, ഇതൊന്നും ഇയാൾക്കറിയില്ല. ആൻഡ് എല്ലാവരും നല്ല ആൾക്കാർ ഈ കഥയിൽ, പക്ഷേ ദേ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദിസ്. ആൻഡ് ഫാദർ ഈസ് ഫ്രസ്ട്രേറ്റഡ് ദാറ്റ് ദിസ് ഗൈ ഈസ് നോട്ട് മാനേജിങ് ഇറ്റ്. ഹി ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ ദിസ്. അപ്പോൾ ആൻഡ് ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഈ ചെറിയ പ്രായത്തിൽ ഈ കുട്ടികളെ എങ്ങനെ ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അത് പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി. ആദ്യം തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുക. ഇതാണ്. ആൻഡ് ഐഡിയലി സ്പീക്കിംഗ് ഇറ്റ് ഷുഡ് ബി എ ഡിന്നർ ടേബിൾ ഡിസ്കഷൻ ഓർ ലഞ്ച് ടേബിൾ ഡൈനിങ് ടേബിൾ ഡിസ്കഷൻ. ഈ പറഞ്ഞ ഇതെന്തുണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണം. ആൻഡ് അവരെ ഗ്രൗണ്ടഡ് ആയിട്ട് വളർത്താനായിട്ട് പഠിപ്പിക്കുക, ട്രാൻസ്പെറൻ്റ് ആയിട്ട് സംസാരിക്കുക. ആൻഡ് ദേ ഷുഡ് നോ ദ വാല്യൂ ഓഫ് ദറ്റ് മണി. ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ ആൻഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഹാവ് എ ഡിസ്കഷൻ. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ ഒരു കരിയറിൽ ഞാൻ കാണുന്ന കാര്യം വെച്ചാൽ സോ മച്ച് ഓഫ് ബ്ലെസ്സിങ് വി ഗെറ്റ്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻ ഞങ്ങൾ ഒഴിവാക്കിയത് ഈ പറഞ്ഞ പണിയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വി ക്യാൻ ഹാവ് എ ഓപ്പൺ ടോക്ക്. കാരണം വി ഡോണ്ട് ഹാവ് എനി
ഇമോഷൻസ് അറൗണ്ട് ഇറ്റ്. കാരണം നമ്മൾ ആ കോമൺ ഗോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരാളൊരു കോമൺ ഗോൾ ഉണ്ടാവും. എനിക്ക് ഉണ്ടായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വളരെ സ്നേഹമുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അടുത്ത് ഫിനാൻഷ്യൽ പ്ലാനിങ് കഴിക്കുന്ന ടൈമിൽ ഈ ഹസ്ബൻഡ് ഇസ് എ സയൻറ്റിസ്റ്റ് ആൻഡ് വെരി എഡ്യൂക്കേറ്റഡ്, വെൽ റെസ്പെക്റ്റഡ്. അപ്പോൾ ആൾ ഡീഫോൾട്ടായിട്ട് വിചാരിക്കണത് മക്കൾ ചെയ്യാൻ പോണത് സെയിം ആണെന്നുള്ളത്. അപ്പോൾ നമ്മളപ്പോൾ ഈ കുട്ടികൾ എഡ്യൂക്കേഷൻ എത്ര രൂപ ഫണ്ട് വേണമെന്ന് പറയുമ്പോഴാണ് ഞാൻ ഐ വാസ് ജസ്റ്റ് ആസ്കിങ് എന്താണ് പിള്ളേർ. അപ്പോൾ പുള്ളി നേരിട്ട് തന്നെ പറഞ്ഞു PhD ആ പർട്ടിക്കുലർ കോഴ്സിൽ. സോ അപ്പോഴാണ് വൈഫ് പറയണത് നോ ഹി വാണ്ട് ടു ബി എ ഫുട്ബോളർ. സോ ഹി വാണ്ട് ടു ബി എ പ്ലെയർ. പക്ഷേ ഇഫ് അറ്റ് ഓൾ അത് നടന്നില്ലെങ്കിൽ സ്പോർട്സ് മാനേജ്മെൻറ്റിൽ പോകണം എന്നുള്ളായിരുന്നു. ദെൻ ദേ വെർ ലുക്കിംഗ് ഫോർ സം സ്പെയിനിലൊരു കോഴ്സ്. പക്ഷേ ഫൈനലി ഡൺ. എനിക്കറിഞ്ഞുകൊണ്ട് എൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്നുള്ളത്. ഹീസ് ഡൂയിങ് MBA, ഹീസ് കംപ്ലീറ്റഡ് MBA and now no, but the point is that he didn't take science and he don't want to. And പക്ഷേ ഈ അച്ഛന് അറിയണവർ നല്ലത്. ഇപ്പം അച്ഛന് നിർബന്ധമുണ്ടെങ്കിൽ എന്താ തന്നെ മുമ്പേ പറഞ്ഞിലേക്ക് ഈ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള അതിലോട്ട് ഞാൻ തിരിച്ചു വരുവാണേ. അപ്പം ഒരു ഹസ്ബൻഡും വൈഫ് രണ്ടുപേരും വർക്കിംഗ് ആണ്, രണ്ടുപേർക്കും ഇൻകം ഉണ്ട്. ചിലപ്പം ഹസ്ബൻഡിൻ്റെ സാലറി ചിലപ്പോൾ കൂടുതലായിരിക്കും, വൈഫിൻ്റെ സാലറി അല്ലെങ്കിൽ ഹസ്ബൻഡിനെക്കാട്ടി കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവർ രണ്ടുപേരും ചേർന്ന് ഒരു എങ്ങനെ അവരുടെ ഹൗസ് ഫിനാൻസ് മാനേജ് ചെയ്യണം. ഇത് സത്യം പറഞ്ഞൊന്നും ഇതെൻ്റെ ക്ലയൻസ് എന്നെ പഠിപ്പിച്ചു തന്നിട്ടാ. ഇത് എല്ലാ കാര്യം നമ്മളല്ല പഠിപ്പിക്കണം, നിങ്ങൾ പഠിപ്പിക്കും കുറേ കാര്യങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒന്ന് രണ്ട് പേരുടെ പേരിലും സെപ്പറേറ്റ് ഉണ്ടാവുക. സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്, സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സെപ്പറേറ്റ്, ഒരെണ്ണം ജോയിൻ്റ് അക്കൗണ്ട്. ആ ജോയിൻ്റ് അക്കൗണ്ടിൽ എന്തൊക്കെയാണോ കോമൺ ഗോൾസ്, കോമൺ ആവശ്യങ്ങൾ, അതിനുള്ള പൈസ എല്ലാ മാസവും ഇവർ ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ദേ മാനേജ് ദെയർ എക്സ്പെൻസസ് ഫ്രം ദാറ്റ്. ഫാമിലി കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റും ദേ മാനേജ് ഫ്രം ദാറ്റ്. അങ്ങനെ മൂന്നായിട്ട് മാനേജ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇപ്പോൾ എനിക്ക് ഒരു ശമ്പളം കിട്ടുന്നത് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, എൻ്റെ വൈഫിന് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ കോമൺ ആയിട്ട് 50,000 രൂപ രണ്ടുപേരും ഞങ്ങൾ അങ്ങനെ മാറ്റും. എന്നിട്ട് ആ 50,000 രൂപയിൽ നിന്ന് ഒരു 20,000 രൂപയ്ക്ക് ഫാമിലി എക്സ്പെൻസസ് റൺ ചെയ്യും. 80,000 ഐ വിൽ ഇൻവെസ്റ്റ് ഫോർ കിഡ്സ് എഡ്യൂക്കേഷൻ, റിട്ടയർമെൻറ്റ്, എല്ലാത്തിനും. ബാക്കി 50,000 രൂപയിൽ ഐ മേ ഡു ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഐ മേ സ്പെൻഡ് ഫോർ മൈ തിങ്സ്. ഇങ്ങനെ ചെയ്യണത് ഇറ്റ്സ് എ വെരി കോമൺ ഇൻ എബ്രോഡ്. ആൻഡ് നമ്മൾക്കും അങ്ങനെ ചെയ്യണതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൽ വേറെ കുറേ കെമിസ്ട്രികളുണ്ട്. ഇതിൽ തന്നെ നമ്മൾ US തന്നെ കേട്ടിട്ടുണ്ട്. ഈ ഇന്ത്യയിലും പൊതുവേ നടക്കുന്ന കാര്യം വെച്ചാൽ വി ആർ ഫാമിലി, വി ആർ റണ്ണിങ് ഫാമിലി ടുഗദർ. സോ വി ക്യാൻ ഹാവ് എവറിത്തിങ് കോമൺ. വി ക്യാൻ ഡു ഇറ്റ് ഇൻ ജോയിൻ്റ് അക്കൗണ്ട് ആൻഡ് ഡു എവറിത്തിങ്. അതും പോസിബിളാണ്. സോ ഇറ്റ്സ് എവറിത്തിങ് ഇസ് വാട്ട് ഈസ് ദ കെമിസ്ട്രി യു വാണ്ട് ടു ഡു ഇറ്റ് ഇൻ യുവർ ഫാമിലി. ഇതാണ് പറഞ്ഞത്. പക്ഷേ ഈ അപ്രോച്ചും എടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടി ഈസ് ദാറ്റ് എൻ്റെ നിൻ്റെന്ന് തരംതിരിക്കാതെ മാനേജ് ചെയ്യാൻ ഒരു കെമിസ്ട്രി ആ വീട്ടിലുണ്ടെങ്കിൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇസ് ഇറ്റ് ഹൂസ് റെസ്പോൺസിബിലിറ്റി ഇസ് ദാറ്റ്? ക്യാൻ വി ഹാവ് എ ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി? സംബഡി വിൽ ബി ലീഡിങ്, വൺ പേഴ്സൺ വിൽ ബി ക്യാപ്റ്റൻ. ഇതൊന്നും അസൈൻഡ് റോളല്ല. പക്ഷേ ഇപ്പോൾ കൊച്ചുങ്ങളെ ഹാൻഡിൽ ചെയ്യണത്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കൊച്ചുങ്ങളെ ഹാൻഡിൽ ചെയ്ത് ഞാൻ പ്രൗഡായിട്ട് പറയും എനിക്കെല്ലാം ഹാൻഡിൽ ചെയ്തത്. പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ കൊച്ചു അമ്മ നോക്കിയുള്ളൂ, 2 പിള്ളേർ. അപ്പോൾ എൻ്റെ മറ്റുള്ള ഫാമിലിയിലെ കണ്ടിട്ടുണ്ട്. ആരാണ് ബെസ്റ്റ് വെച്ചാൽ എല്ലാവരും അച്ഛൻ എന്ന് പറയുള്ളൂ. എൻ്റെ വീട്ടിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അച്ഛൻ എന്ന് പറഞ്ഞു. എല്ലാവരും 2 പിള്ളേരും പറയാം കാര്യത്തോടെ എടുക്കുമ്പോൾ അമ്മ തന്നെയാണ്. ഞാൻ പക്ഷേ ചില വീട്ടിലൊക്കെ കേട്ടിട്ടുണ്ട് അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അറിഞ്ഞോടെ എങ്ങനെയാണുള്ളത്. അപ്പോൾ എനിക്ക് ആ അച്ഛന്മാരെ കാണും ഭയങ്കര ഇതാണ്, കണ്ടുപിടിക്കണം, നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ ഈ കാര്യത്തോടെ എടുക്കുമ്പോൾ ഇവൻ കാശിൻ്റെ കാര്യമാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാശുകളൊക്കെ, ഇപ്പോൾ വീട്ടിൽ ചോക്ലേറ്റ് വാങ്ങണം, അല്ലെങ്കിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ്, ഇപ്പോൾ സ്വിഗ്ഗിയൊക്കെ നമ്മളല്ല ഹാൻഡിൽ ചെയ്യണത്, പിള്ളേരല്ല ഹാൻഡിൽ ചെയ്യണത്. ഇതെല്ലാം അമ്മയാണ് ചോദിക്കുന്നത്. പക്ഷെ കാര്യത്തോടെ എടുക്കുമ്പോൾ വേറെ വല്ല ബിഗ് പൈസയാണ്, അതാണെങ്കിൽ നമ്മുടെ തലയിൽ തന്നെയാണ്, നമുക്ക് വേണ്ട ആ പത്രാസ്. പക്ഷേ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ സോ വി ആർ മാനേജിങ് എവറിത്തിങ്. പക്ഷേ ഇതിലൊരു ക്യാപ്റ്റൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ദാറ്റ്സ് എ കെമിസ്ട്രി ഇൻസൈഡ് ദ ഹൗസ്. ഇപ്പോൾ ചില വീട്ടിലത് നടക്കില്ല, അത് ആ വീട്ടിൽ അങ്ങനെ ഹാൻഡിൽ ചെയ്യാത്തുള്ളൂ ഈ വിഷയം പറഞ്ഞത്. ചില വീട്ടിലൊക്കെ ചില ഹസ്ബൻഡ്സിന് വൈഫിൻ്റെ സാലറി എത്രയെന്ന് ചോദിക്കാൻ ഇഷ്ടമല്ലിക്കില്ല. വൈഫ് പറയാൻ റെഡി ആയിരിക്കും, പക്ഷേ അങ്ങേർക്ക് ചോദിക്കുന്ന ഇഷ്ടമല്ല.
അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. പുതിയ ജനറേഷൻ അങ്ങനെയാണ്. ഇപ്പം വൈഫ് ജോലി ഇല്ലാത്ത ആളാണ്, ഹസ്ബൻഡ് മാത്രം ജോലി ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആരാണെങ്കിലും ഇപ്പോൾ ഹസ്ബൻഡായാലും വൈഫായിട്ടെ ഒരു സ്പൗസിന് ജോലിയുണ്ട്, ഒരു സ്പൗസിന് ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് ഗീവ് എ പോക്കറ്റ് മണി. ചോദിക്കണതിൻ്റെ എല്ലാ കാര്യവും ചോദിപ്പിക്കല്ലേ അവരെ കൊണ്ട്. ചോദിക്കണത് ശല്യമല്ല, അവരെ കൊണ്ട് ചോദിപ്പിക്കല്ലേ ഈ പറഞ്ഞ സാധനം പറഞ്ഞാൽ. ദെൻ ദേ വിൽ ബി ഇൻഡിപെൻഡൻറ്റ്. ആ എഡ്യൂക്കേഷൻ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർക്കിപ്പോൾ ഒരു മാസം ഒരു 10,000 രൂപ കിട്ടി. അതിൽ നിന്ന് ദെൻ അവരുടെ എഡ്യൂക്കേഷനാണ് 5,000 രൂപ ചിലവാക്കാൻ പാടുള്ള 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. കുടുംബത്തിനകത്ത് അമ്മമാരല്ലെങ്കിൽ ഭാര്യമാരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ മണി മാനേജ് ചെയ്യാൻ മിടുക്കരായിട്ടുള്ള. അതൊക്കെ മാറിയിട്ടാ, അതൊക്കെ പണ്ടാണ്, എനിക്കറിഞ്ഞൂടാ. കാരണം ഇപ്പോഴത്തെ ഇപ്പം നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസ് ഇത് ഞാൻ പറഞ്ഞല്ല, എൻ്റെ അച്ഛൻ പറഞ്ഞല്ല, അച്ഛനും എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ജനറേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തൗഫീഖിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ വെരി ഗുഡ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ വീട്ടിൽ അമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ പോയിട്ട് മസാല ദോശ വാങ്ങണമെങ്കിൽ വീട്ടുകൾ ചിന്തിക്കും. അവർ പറയും ഞാൻ വീട്ടിൽ വന്നിട്ട് മസാല ദോശ ഉണ്ടാക്കി തരാമെന്ന് പറയും. വീട്ടിൽ പോയി കഴിക്കും, വീട്ടിൽ പോയി കഴിക്കും, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയും. ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും സ്ത്രീകൾ പറയാറുണ്ട് അങ്ങനെ. അപ്പോൾ ദേ ഓൾസോ ബിക്കം സ്പെൻഡേഴ്സ്. ഞാൻ പറഞ്ഞ കുഴപ്പമെന്നല്ല പറഞ്ഞത്, ദ സൊസൈറ്റി ഈസ് ചേഞ്ച്ഡ്. ആൻഡ് ഇവരുടെ കയ്യിൽ എല്ലാത്തിൻ്റെ കയ്യിലും ആവശ്യത്തിനുള്ള ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആപ്പ് ഉണ്ട്. ഞാനിതിൻ്റെ ഒരു വളരെ പോസിറ്റീവായിട്ട് പറയണം. കാരണം വെച്ചാൽ ദേ ആർ എക്സ്പ്രസീവ് മെനി തിങ്സ്. പണ്ടത്തെ അമ്മമാരൊന്നും ഇറ്റ് വാസ് നോട്ട് എക്സ്പ്രസീവ്. അപ്പോൾ ഇവർക്ക് മനസ്സിന് ടെൻഷൻ വരുന്ന സമയത്ത് ഇവർക്ക് ചിലപ്പോൾ റിലീഫ് കിട്ടണമായിരിക്കും 2 ഷോപ്പ് ചെയ്യണത്. എത്രയോ സ്ത്രീകൾ ഇപ്പോൾ ബാഗും സാധനങ്ങളും വാങ്ങിയിട്ട് ഉപയോഗിക്കാത്തവരുണ്ടെന്നറിയോ. ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ദേ വാണ്ടഡ് ടു ഗെറ്റ് ദാറ്റ് മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ. അതിന് അപ്പോൾ ദേ ആക്ച്വലി സ്പീക്കിംഗ് ആ പണ്ട് പിടിച്ചു വെച്ചിരുന്ന അമ്മ എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് പോയി. അത് പല കാരണങ്ങളുണ്ട്, അതൊരു കുറ്റമല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് മാറിയ ടൈമിൽ ഈ കെമിസ്ട്രിയിൽ എങ്ങനെ സേവ് ചെയ്യാമെന്നും ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് കണ്ടെത്തിച്ച് ചെയ്യേണ്ടത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്.